السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين. صدق الله مولانا العلي العظيم. സമാദരണീയരായ നമ്മുടെ ഈ അനുഗ്രഹീത ചടങ്ങിൻ്റെ ആദ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കുഞ്ഞി ഹാജി അവർകളെ, സ്വാഗത ഭാഷണം നിർവഹിച്ച ബഹുമാനായ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ CM അബൂബക്കർ സാഹിബ്, നമ്മുടെ ഈ മഹത്തായ ചടങ്ങിൽ ആമുഖമായി പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട അഷ്റഫ് ആറങ്ങാടി, ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അഷ്റഫി പാണത്തോട് തുടങ്ങി നമ്മുടെ വേദിയിൽ ഇപ്പോൾ ആസനസ്ഥരായിട്ടുള്ള ബഹുമാന്യനായ പത്രപ്രവർത്തകൻ, നമുക്കൊക്കെ സുപരിചിതനായ അരവിന്ദൻ മാണിക്കോത്ത്, അപ്രകാരം നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇവിടെ ആശംസാ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിബ് തുടങ്ങി ഈ പരിപാടിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന വേദിയിലും സദസ്സിലുമൊക്കെയുള്ള പ്രിയപ്പെട്ട നല്ലവരായ ഈ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തകർ, നേതാക്കൾ, സദസ്സിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുവാക്കൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഇവിടെ നാളെ നടക്കാനിരിക്കുന്ന നിക്കാഹ് കർമ്മത്തിന്, അതുപോലെ തന്നെ ഈ സംഗമത്തിന് ശാരീരിക സാമ്പത്തിക അധ്വാന ഭാരങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം ഒരു വിജയമാക്കി മാറ്റാൻ കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ട പ്രതിഫലം രണ്ടു വീട്ടിലും നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടെ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനത്തിന്റെ മഹത്വം നമ്മൾ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വ്യക്തമായി സമൂഹത്തെ തെര്യപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നാമതായി, ഇതൊരു സ്നേഹ സംഗമമാണ്. രണ്ടാമതായി, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഒരു നാടിന്റെ കൂട്ടായ്മ എന്ന വിധം സമൂഹത്തിന് സമർപ്പണം ചെയ്യുന്ന ഒരു മാതൃകയാണ്. അങ്ങനെ നോക്കുമ്പോൾ പുലരുവോളം ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് സമൂഹത്തെ തെര്യപ്പെടുത്താൻ മാത്രമുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങളുടെ ഒരു സംഗമമാണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായി ഞാൻ കാണുന്നത്, കലുഷിതമായ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് സ്നേഹത്തിന്റെ ഒരു സന്ദേശം സമൂഹത്തിന് നൽകാൻ സാധിച്ചു എന്നത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ കാലിക ഇന്ത്യയിൽ മനുഷ്യ മനസ്സുകളെ അകറ്റുന്ന പ്രവർത്തനങ്ങൾ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനവികമായ ഒരു ഐക്യം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന, മാനസികമായ ഒരു ഔന്നത്യം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു പ്രവർത്തനം. ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത്, സ്നേഹമില്ലാതെ വൈയക്തികമായ താല്പര്യങ്ങളിലേക്ക് മനുഷ്യൻ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു പ്രവർത്തനമാണ്. മതങ്ങളെക്കുറിച്ച് ആർക്കും പരസ്പരം അറിഞ്ഞുകൂടാ. ഇപ്പോൾ തന്നെ ഇസ്ലാമിനെ വിലയിരുത്തുന്നത് ISIS എന്ന് പറയുന്ന സംഘടനയുടെ മറ്റൊരു ഭാഗമാണ് ഇസ്ലാം എന്ന രീതിയിൽ ജനങ്ങളൊക്കെ സംസാരം തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി പത്രത്തിൽ ഒരു പ്രധാന നഗരത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. നേരത്തെ പാരീസിൽ ഇതുപോലെ നടന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളിലൊക്കെ പ്രതിസ്ഥാനത്ത് ഇസ്ലാം കടന്നു വരുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് സംജാതമാകുന്നു എന്നാണ് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണെന്ന് പഠിക്കുകയും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വ്യക്തമായി വിലയിരുത്തുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. ISIS എന്ന് പറയുന്ന സംഘടനയും ഇസ്ലാമുമായി പുലബന്ധം പോലുമില്ല. ആ സംഘത്തെ വളർത്തുന്നവരാരാണ്?
ആ സംഘത്തിന് വെള്ളവും വളവും കൊടുക്കുന്നവരാരാണ്? അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, സിറിയൻ എണ്ണപ്പാടങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന, അവിടുത്തെ എണ്ണയുടെ 60% കൈവശം വെച്ചിരിക്കുന്നത് IS-ന്റെ ഭാരവാഹികളാണ്. IS-ന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ്. ഇറാഖിലെ പ്രധാനപ്പെട്ട 10 എണ്ണ കേന്ദ്രങ്ങൾ അവരുടെ കയ്യിലാണ്. കുറഞ്ഞ ചെലവിൽ അമേരിക്കക്ക് അവർ എണ്ണ കൊടുക്കുന്നു. അങ്ങനെ കുറഞ്ഞ ചെലവിൽ അവരുടെ കയ്യിൽ നിന്ന് അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും എണ്ണ വാങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വൻശക്തികൾ അവരെ ലോകത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സദ്ദാം ഹുസൈനെ നശിപ്പിച്ചതുപോലെ ഇവരെ നശിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് കേണൽ ഗദ്ദാഫിയെ കൊന്നൊടുക്കിയതുപോലെ ദിവസത്തെ ആക്രമണം കൊണ്ട് തകർത്തെറിയുന്നില്ല? അവിടെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ലോകത്തെ വൻശക്തികൾക്ക് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഇവരെ നശിപ്പിക്കാൻ കഴിയും. അത് ചെയ്യാതെ ഇവരെ തേനൂട്ടി പാലൂട്ടി വളർത്തിക്കൊണ്ട് ലോകത്ത് അവർ ചെയ്യുന്ന പ്രവർത്തനം, ഈ സംഘത്തെ കൊണ്ട് അവർക്ക് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഭൗതികമായി അവർക്ക് എണ്ണ ലഭ്യമാകും. രണ്ടാമതായി അവർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? രണ്ടാമതായി ആ പ്രദേശമടക്കമുള്ള അവർ കൈവശം വെച്ചിരിക്കുന്ന ഇറാഖ് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഇറാഖിലാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ പ്രധാനപ്പെട്ട പുരാവസ്തു കേന്ദ്രങ്ങളുള്ളത്. പുരാവസ്തുക്കൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് ലോകത്തെ അമേരിക്കയിലും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും ഒക്കെ ജീവിക്കുന്ന ആളുകൾ. ഈ പുരാവസ്തു ശേഖരങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ അവർക്ക് കൊടുക്കുന്ന സമീപനം നമ്മൾ കാണുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി ഭൗതികമായി ലഭ്യമാകുമ്പോൾ അതിനൊരു ആന്തരിക വശം, അതിനൊരു ബൈ പ്രൊഡക്റ്റ് അവർക്ക് കിട്ടുന്നത് ഇസ്ലാം ഭീകരമാണ് എന്ന സമൂഹത്തിൽ വരുത്തി തീർക്കാൻ അവർക്ക് കഴിയുന്നു. ഇസ്ലാമിനെ ഭീകരമാക്കാൻ സമൂഹത്തിൽ അവർക്ക് സാധിക്കുന്നു. അങ്ങനെ ഇസ്ലാമിനെ ലോകത്തിനു മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിക്കുക എന്നൊരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. നമ്മൾ എന്താണ് ഇസ്ലാം എന്ന് സമൂഹത്തിന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്നേഹ സംഗമം തീർത്ത പോലെ സ്നേഹത്തിന്റെ ഒരു മതമാണ്. എല്ലാ മതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാ, ഒരു മതമോ ഒരു മതത്തിന്റെ ആചാര്യനോ മനുഷ്യർ തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ച് സമൂഹത്തെ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിക ധർമ്മശാസനത്തിന്റെ അടിത്തറ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദർശനം ഒരാൾക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ, ഈ ദർശനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ വ്യക്തിമുദ്ര അത് അവന്റെ മനസ്സിൽ ആകർഷണീയമായി തോന്നുക മാത്രമേ ഭാവമുള്ളൂ, വേറൊന്നുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹുൻ നാസ് ഹത്താ യകൂനൂ മുഅ്മിനീൻ. ഈ വിശുദ്ധ വചനത്തിന്റെ ആന്തരിക അർത്ഥം നോക്കൂ നിങ്ങൾ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഈ ആയത്തുകളൊക്കെ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഒരു ധർമ്മം എന്താണ്? അള്ളാഹു ഈ വിശുദ്ധ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെയും ഒറ്റ മതത്തിന്റെ വീക്ഷണകോണിൽ കൊണ്ടുവരാൻ പറ്റും. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർള്. അള്ളാഹു താല്പര്യപ്പെട്ടാൽ ഈ ഭൂമിയിലുള്ളവർ മുഴുവൻ വിശ്വസിക്കും, ജമീഅൻ ഒന്നടങ്കം എല്ലാവരും ഇസ്ലാമിക വിശ്വാസികളാകും. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇച്ഛിച്ചാൽ അതാണ് മുസ്ലിമിന്റെ വിശ്വാസം. എന്നിട്ട് അള്ളാഹു പറയുന്ന വാചകം നോക്കൂ നിങ്ങൾ. പ്രവാചകരെ വിളിച്ചുകൊണ്ട് പറയുന്നു, അഫ അൻത തുക്രിഹുൻ നാസ്, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? പ്രവാചകരോട് ചോദിക്കുന്നു പരിശുദ്ധ ഖുർആൻ, അഫ അൻത തുക്രിഹുൻ നാസ്, നിങ്ങൾ ജനങ്ങളിൽ നിർബന്ധം ചെലുത്തുകയാണോ? ഹത്താ യകൂനൂ മുഅ്മിനീൻ, ജനങ്ങളൊക്കെ മുഅ്മിനാകാൻ വേണ്ടി, ആളുകളൊക്കെ മുസ്ലിമീങ്ങളാകാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളിൽ നിർബന്ധം ചെലുത്തുകയാണോ? എന്താണ് അതിന്റെ അർത്ഥം? ഒരാളെ നമ്മൾ നിർബന്ധിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും അവൻ മുസ്ലിം ആകെയില്ല. നിർബന്ധിച്ച് ഇസ്ലാമിനെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. നിങ്ങൾ ഇസ്ലാമിനെ ഉണ്ടാക്കേണ്ടത് ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. ഇസ്ലാമിനെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. നിർബന്ധിച്ചുകൊണ്ട് ഫോഴ്സ് ചെലുത്തി ഒരിക്കലും ഒരാളെ മുസ്ലിമാക്കാൻ കഴിയില്ല. എന്താ കാരണം? വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. അതാണ് ഇതിന്റെ ലോജിക്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ തത്വമാണത്. അമുസ്ലിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട തത്വമാണ്. അള്ളാഹു പറയുന്നു, ഒരു മനുഷ്യൻ മുസ്ലിം ആകണമെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടാതെ കഴിയില്ല. നാഥൻ തീരുമാനിച്ചെങ്കിലേ ഒരാൾ ഇസ്ലാമിലേക്ക് വരൂ. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞത്, പ്രവാചകരോട് പറഞ്ഞത് കൃത്യമായി നമ്മൾ അവലോകനം ചെയ്താൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് വന്നത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനാണ്, ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ്. ആ പ്രവാചകരോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അഫ അൻത തുക്രിഹുൻ നാസ്, നിങ്ങൾ ജനങ്ങളെ നിർബന്ധിക്കുകയാണോ? ഹത്താ യകൂനൂ മുഅ്മിനീൻ, അവർ മുഅ്മിനാകാൻ വേണ്ടി പറ്റില്ല. ജനങ്ങൾ മുഅ്മിനാകാൻ വേണ്ടി നിർബന്ധം ചെലുത്താൻ പാടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലാത്കാരവുമില്ല. മതത്തിൽ ബലാത്കാരമില്ല. വേറൊരു ആയത്തിൽ പറഞ്ഞു, ഇൻ അലൈക ഇല്ലൽ ബലാഗ്, ഇത് പറഞ്ഞു കൊടുക്കേണ്ട ചുമതല മാത്രമേ നിങ്ങൾക്കുള്ളൂ. ജനങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. വമാ അർസൽനാക അലൈഹിം ഹഫീള, അവരെ തടഞ്ഞു നിർത്തി വിശ്വസിപ്പിക്കേണ്ട ചുമതലയൊന്നും നിങ്ങൾക്കില്ല. നീ വിശ്വസിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കാഞ്ഞങ്ങാട് ടൗണിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ പടന്നക്കാട് പ്രദേശത്ത് ബലവാന്മാരായ കുറച്ച് മുസ്ലിങ്ങൾ സാധുവായ അമുസ്ലിമിനെ പിടികൂടി. ആ മുസ്ലിമിനെ പിടികൂടി റൂമിലിട്ട് അടച്ചു, അല്ലെങ്കിൽ ഒരു സങ്കേതത്തിൽ അവർ കൊണ്ടുപോയി ഗുണ്ടകൾ ചെയ്യും പോലെ
എന്നിട്ട് അവനോട് പറഞ്ഞു, നീ വിശ്വസിക്കും, ഞങ്ങൾ കെലിമ ചൊല്ലിത്തരാം, നീ മുസ്ലിമാകും എന്ന് അവനോട് പറയുകയും അവൻ കെലിമ ചൊല്ലുകയും ചെയ്താൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കെലിമ ഈ അമുസ്ലിമായ സഹോദരൻ അവൻ ചൊല്ലിയാൽ അവൻ മുസ്ലിമാകുമോ? ഇസ്ലാമിന്റെ ഒരു ധർമ്മശാസ്ത്രവും പറയുന്നില്ല അവൻ മുസ്ലിമാണെന്ന്. നേരെ മറിച്ച് ഇസ്ലാം പറയുന്ന അവൻ മുസ്ലിം ആയിട്ടില്ല. എന്താ കാരണം? മുസ്ലിമാകാനുള്ള നിബന്ധന ഈ കെലിമ ചൊല്ലൽ തന്നെ. പക്ഷേ നിബന്ധനകൾ 3 എണ്ണമുണ്ട്. ആ 3 നിബന്ധനകൾ പാലിച്ചിരിക്കണം. ഏത് വ്യക്തിക്കും അത് ബോധ്യമാണല്ലോ. ഒന്നാമത്തെ നിബന്ധന, ഇവൻ പറയുന്നത്, അവൻ എന്താണ് പറയുന്നത് എന്ന് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയണം. ചെറിയ ക്ലാസ് മുതൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണത്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഈ 3 നിബന്ധനയോടുകൂടി 2 കാര്യങ്ങൾ പറയണമെന്നാണ്. 3+2. 3 നിബന്ധന എന്താ? എന്താണ് പറയുന്നത് എന്നവന് ബോധ്യം വരണം. അതവന്റെ മനസ്സിൽ രൂഢമൂലമാകണം. 3, അത് അവൻ ഉറക്കെ പറയണം. ഈ 3 കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 2 കാര്യങ്ങൾ ഈ 3 നിബന്ധനയോടുകൂടി പറയണം. ഞാൻ ചോദിക്കട്ടെ, ആളുകളെ കൂട്ടുന്ന ഒരു ഏർപ്പാടാണ് ഇസ്ലാമെങ്കിൽ, ജനങ്ങളെ കൂട്ടുന്ന ഒരു ഏർപ്പാടാണ് ഇസ്ലാമെങ്കിൽ, ഇതിൽ നിന്ന് ഒരു നിബന്ധന ഒഴിവാക്കാമല്ലോ. അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിക്കുക എന്ന കാര്യം, മനസ്സിലുറപ്പിക്കുക എന്നത് ഒഴിവാക്കാമല്ലോ. കാരണം അവൻ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും, നാക്കുകൊണ്ട് പറയാനും കഴിയും. മനസ്സിലുറപ്പിക്കാൻ കഴിയില്ല നമുക്ക്. മനസ്സിലുറപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഇത് സത്യമാണെന്ന് അവന് ബോധ്യപ്പെടണം. ഇതെനിക്ക് സ്വീകാര്യമാണ് എന്ന് അവന്റെ മനസ്സ് പറയണം. അവന് 10,000 കോടി കൊടുത്താലും ശരി, ആ മനുഷ്യന്റെ മനസ്സിൽ അത് ഉറച്ചു കൊള്ളണമെന്നില്ല. ഈ പണത്തിന്റെ കെട്ട് കണ്ടുകൊണ്ട് അവൻ കെലിമ ചൊല്ലും. വാളിന്റെ നിഴലിൽ നിന്നുകൊണ്ട് അവൻ കെലിമ ചൊല്ലും. വാളാണ് അവന് പേടി. ഈ കെലിമ സത്യമാണെന്ന് അവന്റെ മനസ്സ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഇസ്ലാമിലേക്ക് നിർബന്ധ മതപരിവർത്തനം എന്ന് ഒന്നില്ല. ഒരു മനുഷ്യനെയും മുസ്ലിമാക്കാൻ കഴിയില്ല. ആദർശപരമായ മനുഷ്യന്റെ മനസ്സിൽ ഈ ആശയം ഉറക്കാത്ത കാലത്തോളം ഒരുത്തനെ മുസ്ലിമാക്കാൻ കഴിയില്ല. പിന്നെ പാൻ ഇസ്ലാമിസം എവിടെ? $1 ഒഴുക്കിക്കൊണ്ട് ഇസ്ലാമിനെ വളർത്തുന്നു എന്ന് പറയുന്ന ഏർപ്പാട് എവിടെ? ഒരിക്കലും അങ്ങനെ ഒന്നില്ല. IS-ന്റെ പ്രവർത്തനം കൊണ്ട് ലോകത്ത് ഇസ്ലാമിന് നാശമേ ഉണ്ടാകൂ. തീവ്ര സമീപനം കൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നട്ടമേ ഉണ്ടാകൂ. എങ്ങനെ ഇസ്ലാം പ്രബോധനം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ അവന്റെ പാട്ടിന് പോയിക്കോട്ടെ. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അവരുടെ മാർഗം സ്വീകരിക്കാം. ഇതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മാർഗം. ഇവിടെ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കാത്തവനും ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചവനും, ഈ 2 വിഭാഗമേ നമുക്ക് ലോകത്തെ മനുഷ്യരായുള്ളൂ. അവരെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഒന്ന് മുസ്ലിം, മറ്റൊന്ന് അമുസ്ലിം. ഈ 2 വിഭാഗത്തെ കുറിച്ചും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? താത്വിക കാഴ്ചപ്പാട്. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഒറ്റ കാര്യമാണ് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു. ഇമ്മാ അഹും ഫിദ്ദീൻ ഔ നദീറു ഖൽഖ്. ഇമ്മാ അഹും ഫിദ്ദീൻ ഔ നദീറു ഖൽഖ്. മൂന്നാമത്തൊന്നില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഇമ്മാ അഹും ഫിദ്ദീൻ, ഒന്നുകിൽ ഇസ്ലാമിക സഹോദരങ്ങൾ, മുസ്ലിം എന്ന രീതി നമ്മുടെ സഹോദരൻ. അവൻ മതത്തിൽ നമ്മൾ ഒന്നാണ്, ആചാരത്തിൽ, അനുഷ്ഠാനത്തിൽ, പ്രവർത്തനത്തിൽ നമ്മൾ ഒന്നാണ്. മറ്റതോ അഹും ഫിദ്ദീൻ, അപ്പുറത്തോ നദീറു ഖൽഖ്. അതിന്റെ അർത്ഥം എന്താ? സമസൃഷ്ടി. സമസൃഷ്ടി. അമുസ്ലിമിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് സമസൃഷ്ടി. നമ്മളെ പോലത്തെ ഒരു സൃഷ്ടി, നമ്മളെ പോലത്തെ വൈകാരിക അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അവനുണ്ട്. അത് മുഴുവൻ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് അംഗീകരിച്ചു കൊടുക്കണമെന്ന ഇസ്ലാം പറയുന്നത്. ഇസ്ലാമിൽ വിശ്വാസത്തിന്റെ കാർക്കശ്യത്തിന്റെ, ഇസ്ലാമിക വിശ്വാസ കാർക്കശ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ലോകത്ത് എടുത്തു കാണിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. മഹാനായ ഇബ്രാഹിം നബിയുടെ ആ ആശയം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രംഗമാണ് വിശുദ്ധ കഅബയിലെ ഹജ്ജ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ആരാധന. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. ഒരു ദിവസം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വീട്ടിൽ നിൽക്കുന്നു. ആ സന്ദർഭത്തിൽ ഒരു ജൂതൻ വീട്ടിലേക്ക് കടന്നു വരുന്നു. ഒരു ജൂതൻ കടന്നു വന്നുകൊണ്ട് ആ ഹദീസ്, ഈ സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നത് തന്നെ ഇസ്തദാഫ മജൂസിയുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മജൂസി എന്നാണ് അറബിയിൽ ജൂതന് പറയുന്നത്, അഗ്നി ആരാധകൻ. ഈ മജൂസി അഥവാ ജൂതൻ നേരെ ഇബ്രാഹിം നബി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സന്ധ്യാസമയത്ത് വരുന്നു. എന്നിട്ട് അയാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, എനിക്ക് നിങ്ങൾ ഇന്ന് അഭയം തരണം, ഇവിടെ ഭക്ഷണവും താമസ സൗകര്യവും എനിക്കൊന്ന് തരണം. ഒരു അമുസ്ലിമായ മനുഷ്യൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്നുകൊണ്ട് പറയുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പറഞ്ഞ മറുപടി, ഇൻ അസ്ലംത അലഫ്തുക. കൃത്യമായി ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ അസ്ലംത അലഫ്തുക, നീ ഒരു മുസ്ലിം ആകാമോ, നിനക്ക് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാമോ, നിന്നെ ഞാൻ സ്വീകരിക്കാം. നീ മുസ്ലിം ആണെങ്കിൽ നിന്നെ ഞാൻ അംഗീകരിക്കാം, അല്ലെങ്കിലോ നിന്നെ അംഗീകരിക്കാൻ പറ്റില്ല. ഈ സാധുവായ ജൂതൻ പറഞ്ഞു, ഞാൻ മുസ്ലിം ആകാൻ വന്നതല്ല, ഞാൻ മതപരിവർത്തനത്തിന് വന്നതല്ല, ഞാൻ ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ എനിക്ക് ഇന്നൊരു ദിവസത്തെ അന്നവും ഇന്നൊരു ദിവസത്തെ ഉറങ്ങാൻ ഇടവും കിട്ടാനാണ്. അത് നിങ്ങൾ തരുമോ? ഇബ്രാഹിം നബി തങ്ങൾ പറഞ്ഞു, നീ മുസ്ലിം ആയാൽ നിനക്ക് ഇതൊക്കെ ഞാൻ അനുവദിച്ചു തരും, ജൂതനായാൽ തരാൻ പറ്റില്ല.
ആ മനുഷ്യൻ നിരാശനായി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർക്കണം, ആ മനുഷ്യൻ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് അതാ വരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സന്ദേശവുമായി. ഇസ്ലാമിന്റെ ചരിത്രം എന്നെയും നിങ്ങളെയും എന്തിനാ ഇത് പഠിപ്പിച്ചത്? ആ ദൂതൻ വന്നുകൊണ്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഇബ്രാഹിം നബിയെ, നിങ്ങൾ എന്തിനാണ് ആ മനുഷ്യനെ ഇറക്കി വിട്ടത്? ആ മനുഷ്യനെ നിങ്ങൾ എന്തുകൊണ്ട് ഇറക്കി വിട്ടു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ സന്ദേശം ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. അള്ളാഹു നിങ്ങളെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത്. അള്ളാഹു നിങ്ങളോട് പറയുന്നത് നഹ്നു നർസുഖുഹു മുൻദു 70 സന. അങ്ങനെയാണ് ചരിത്രത്തിൽ ആ സംഭവം പറയുന്നത്. നഹ്നു നർസുഖുഹു മുൻദു 70 സന. 70 കൊല്ലമായിട്ട് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്ന ആള് ഞാനാണ്. 70 കൊല്ലമായിട്ട് ആ സാധുവിന് ഭക്ഷണം കൊടുക്കുന്ന പടച്ചറബ് ഞാനാണ്. ആ ഇറങ്ങിപ്പോയ പാവത്തിന് 70 കൊല്ലമായി പടച്ചറബ് ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? വഹുവ അലാ കുഫ്രിഹി, അവൻ അമുസ്ലിമാണ്. അമുസ്ലിമായിരിക്കെ 70 കൊല്ലമായി അവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ട് അള്ളാഹു ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, വലോ അലഫ്ത യൗമ, ഒരു ദിവസം അയാൾക്ക് ഭക്ഷണം കൊടുത്താൽ ഫമാ അലൈക, നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരു ദിവസം ആ സാധുവായ മനുഷ്യനെ ഊട്ടിയാൽ നിങ്ങൾക്ക് എന്താ പറ്റുക? നിങ്ങൾ അയാളെ ഊട്ടേണ്ടതല്ലേ എന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഇറങ്ങിച്ചെന്ന് ആ മനുഷ്യനെ കൈപിടിച്ച് തന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അയാൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ ഒരു മാറ്റം? ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഇബ്രാഹിം നബി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, എന്റെ നാഥൻ എനിക്ക് വഹി അറിയിച്ചത് ഇങ്ങനെയാണ്. എന്റെ നാഥൻ എന്നോട് പറഞ്ഞ സത്യം ഇതാണ്. അത് കേട്ടപ്പോൾ അയാൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. അയാൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വരുന്നത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശത്തെ കുറിച്ചുള്ള ആൾ പഠിക്കുമ്പോൾ അയാൾക്ക് ഇസ്ലാം എന്തെന്ന് ബോധ്യപ്പെടും. ഇന്ന് നേരെ മറിച്ച് ഇസ്ലാമിക സമൂഹത്തെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ പൂർവ്വകാലത്ത് ആരെങ്കിലും പഠിച്ചാൽ അവർ അതിൽ ആകൃഷ്ടരായിരുന്നു എന്നതുകൊണ്ട് തന്നെ അന്നത്തെ ശത്രു സ്വീകരിച്ച ഒരു നയമുണ്ടായിരുന്നു. ആ നയം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, വഖാലല്ലദീന കഫറൂ, സത്യനിഷേധികൾ പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഒരിക്കലും ഖുർആൻ കേൾക്കാൻ പോകരുത്. അഥവാ ഖുർആൻ നിങ്ങൾ അറിയാതെ കേൾക്കുന്ന സന്ദർഭം വന്നാൽ വൽ ഔ ഫീഹി, ബഹളമുണ്ടാക്കണം, ലഅല്ലകും തഗ്ലിബൂൻ, എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വിശുദ്ധ ഖുർആനോ ഇസ്ലാമിന്റെ സന്ദേശമോ കേൾക്കുമ്പോൾ ബഹളം ഉണ്ടാക്കുക. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് ലോകത്തൊരു തീവ്രമായ സമീപനമുള്ള ഒരു സംഗതിയാണ് ഇത് എന്ന് വരുത്തി തീർക്ക് ഇസ്ലാമിനോടൊരു വെറുപ്പ് ജനങ്ങൾക്ക് ഉണ്ടാക്കിയാൽ അത് പഠിക്കാൻ പിന്നെ ആളുകൾ വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതാണ് ഇന്ന് ലോകത്ത് ചില ദുശക്തികൾ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ നാടുകളിൽ നോക്ക് നിങ്ങൾ, ഇവിടെ ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിൽ വല്ല വൈജാത്യവുമുണ്ടോ? വ്യക്തികൾ എന്ന രീതിയിൽ അവരൊരുപോലെയല്ല ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളോട് നമ്മൾ ജീവിക്കുന്ന ആ ജീവിതം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ അവസരമുണ്ടായിരുന്നുവെങ്കിൽ എല്ലാവരും പരസ്പരം മനസ്സിലാക്കില്ലേ? നിങ്ങൾ നോക്ക്, ബൈത്തുർ റഹ്മ കൊടുത്തപ്പോൾ എത്ര മുസ്ലിങ്ങൾക്ക് നമ്മൾ കൊടുത്തു? എത്ര സാധുക്കൾക്ക് നമ്മൾ ഭവന നിർമ്മാണം നടത്തി? ജാതി മത ഭേദമന്യേ മനുഷ്യന്റെ വേദന കണ്ടറിഞ്ഞ് സഹായിക്കണമെന്നല്ലേ ദീൻ പറയുന്നത്? ഇന്ന് ലോകത്തേക്ക് നമ്മൾ നോക്കിയാൽ മനുഷ്യന്മാരെ മുഴുവൻ ഈ സുന്ദരമായ പ്രകാശം, സ്നേഹത്തിന്റെ ഈ പ്രകാശം അസ്തമിപ്പിച്ചില്ലേ? അതുകൊണ്ടല്ലേ ചില സന്ദർഭങ്ങളിൽ ചില നാമ്പുകൾ ഉണ്ടാകുമ്പോൾ അതേക്കുറിച്ച് ലോകം വളരെ ഗൗരവത്തോടെ എഴുതുന്നത്. നിങ്ങൾക്കറിയില്ലേ, ചെന്നൈയിൽ വമ്പിച്ച പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ജനങ്ങളൊക്കെ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി. ആ പ്രളയത്തിന്റെ കെടുതിയിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ടെറസിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആളുകൾ. ആ രംഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നോക്ക്. ആളുകൾ ഇങ്ങനെ മരണം കാത്തു കഴിയുന്നു. അതിൽപ്പെട്ട ഒരു പാവപ്പെട്ട പെണ്ണ് ചിത്ര, അവൾ പൂർണ്ണ ഗർഭിണിയ. ആ കുഞ്ഞും ആ പെണ്ണും മരിക്കുമെന്ന ഘട്ടം വന്നപ്പോ ആ പെണ്ണ് സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജ് കണ്ടു ഒരു യുവ ഡോക്ടർ മുഹമ്മദ് യൂനുസ് എന്ന ഡോക്ടർ. ആ മെസ്സേജ് കണ്ടുകൊണ്ട് അയാൾ തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൂട്ടി ഒരു ഫൈബർ ബോട്ട് സംഘടിപ്പിച്ച് 5 മണിക്കൂർ പരിശ്രമിച്ചു. 5 മണിക്കൂർ നേരത്തെ പരിശ്രമം കൊണ്ട് അയാൾ GPS വെച്ച് കണ്ടുപിടിച്ചു ദിശ. ആ പെണ്ണ് താമസിക്കുന്ന ടെറസിന്റെ സമീപത്ത് നിന്ന് അവളെ ഇതിൽ കയറ്റിയ ഒരു ഡോക്ടർ, ഒരു ബിഷഗുരൻ എന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ആശുപത്രിയിൽ കൊണ്ടുപോയി ആ പെണ്ണ് പ്രസവിച്ചു. ആ പെണ്ണൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തപ്പോൾ ആ പെൺകുഞ്ഞിന് ഈ പെൺകുട്ടിക്ക് വളരെ മനോഹരമായൊരു പേരിട്ടു, യൂനുസ് എന്ന് പേരിട്ടപ്പോൾ ഡോക്ടർമാർ ചോദിച്ചു, എന്താണ് ചിത്ര നിന്റെ കുട്ടിക്ക് നീ ഒരു മുസ്ലിമിന്റെ പേരിട്ടത്? എന്തേ നിന്റെ പെൺകുട്ടിക്ക് നീ ആൺകുട്ടിയുടെ പേരിട്ടത്? 2 ചോദ്യം. ആ ചോദ്യത്തിന് ഈ ചിത്ര പറഞ്ഞ മറുപടി പത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ചില പത്രങ്ങൾ അത് എഡിറ്റോറിയൽ മനോഹരമായിട്ട് എഴുതി സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ മരണത്തിന്റെ കയത്തിലേക്ക് പോകുമ്പോ, കഴുത്തോളം വെള്ളമെത്തി മരണം മുന്നിൽ കാണുമ്പോ സോഷ്യൽ മീഡിയയിൽ അയച്ചൊരു മെസ്സേജ് കണ്ടുകൊണ്ട് ഒരു യൂനുസ് എന്ന് പറയുന്ന ഡോക്ടർ എന്നെ വന്ന് രക്ഷപ്പെടുത്തുമ്പോ ആ മുഹമ്മദ് യൂനുസിന്റെ പേര് ലോകം സ്മരിക്കണം. അതിനാണ് എന്റെ പെൺകുട്ടിക്ക് ഞാൻ മുസ്ലിമായ ആണിന്റെ പേരിട്ടത് എന്ന് പറയുന്ന ആ ചിത്ര എന്ന് പറയുന്ന പെണ്ണിന്റെ മനസ്സിന്റെ വികാരം ഒന്ന് നോക്ക് നിങ്ങൾ. സ്നേഹം ആര് കൊടുത്താലും അത് കടപ്പാടുളവാക്കുന്ന കാര്യമാണ്. ആ സ്നേഹമാണ് ലോകത്തിന് ഇന്ന് വേണ്ടത്. ഇന്ന് ലോകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ കാണുന്നത്?
എവിടെയും അന്ധകാരം, ഘോരാന്ധകാരമാണ് എല്ലായിടത്തിലും, കാരാഗ്രഹമായി ചമഞ്ഞു ലോകം. കണ്ണ് രണ്ടും നല്ല വണ്ണം തുറന്നിട്ടു മെന്നെ എനിക്കൊട്ട് കണ്ടുകൂടാ. എത്ര മനോഹരാണത്. നല്ലോണം കണ്ണു തോന്നിട്ട് എനിക്ക് എന്നെ കാണാൻ വയ്യ, എനിക്ക് എന്നെ തന്നെ കാണാൻ വയ്യ. എന്റെ സുഹൃത്തിനെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? എന്റെ അരികത്തുള്ളോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോൻ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിനെന്ത് ആശ്ചര്യം? ഒരു ചോദ്യല്ലേ? തന്റെ തൊട്ടടുത്തുള്ള സുഹൃത്തിനെ കാണാൻ പറ്റൂല, അവനെങ്ങനെ അദൃശ്യനായ ദൈവത്തെ കാണുക? അവനെങ്ങനെ അദൃശ്യനായ ദൈവത്തെ പ്രാർത്ഥിക്കുക? നമ്മൾ ശരിക്കും അതാണ് അള്ളാഹുവിന്റെ ഈ കവി പറഞ്ഞ വാചകം വളരെ കൃത്യമല്ലേ? അരികത്തുള്ളോരനുജനെ കാണാൻ അക്ഷികളില്ലാത്തോൻ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം? ഈ മനുഷ്യന്മാരോട് കടപ്പാടില്ലാത്തവൻ എങ്ങനെ പടച്ചോനെ കണ്ടെത്താൻ പറ്റുക? അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ. ജനങ്ങളോടൊരു നന്ദിയുമില്ലാത്തവൻ, ജനങ്ങളോട് എന്നാ പറഞ്ഞത്, മുസ്ലിമിനോടൊന്നല്ല. ജനങ്ങളോടെന്നാ പറഞ്ഞത്, മുസ്ലിമിനോടല്ല. മല്ലം യശ്കുരിന്നാസ, അന്നാസ് എന്ന് പറഞ്ഞ ജനങ്ങളാ. ജനങ്ങളോട് നേരത്തെ ഇവിടെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവനാണ്. നിങ്ങൾ കുറെ നിസ്കരിച്ചത് കൊണ്ടെന്താ പ്രയോജനം? നിങ്ങൾ കുറെ നോമ്പ് നോറ്റത് കൊണ്ടെന്താ പ്രയോജനം? ആ നോമ്പ് നിസ്കാരാദി കർമ്മങ്ങളെ കുറിച്ചൊക്കെയുള്ള അടിസ്ഥാന പഠനം നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുണ്ടോ? അപ്പോഴാണ് നമുക്കൊരു എൻലൈറ്റഡ് സ്റ്റേജ് വരിക. അതല്ല സംസ്കാരം കൂട്ടരെ, അതല്ല കൾച്ചർ. എന്താണ് കൾച്ചർ? എൻലൈറ്റഡ് സ്റ്റേജ് ഓഫ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ്, ദാറ്റ് ഈസ് കൾച്ചർ. കൾച്ചർ ഈസ് ഡിഫൈൻഡ് ആസ് എൻലൈറ്റഡ് സ്റ്റേജ് ഓഫ് മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ്. കൾച്ചറിന്റെ നിർവചനം മനുഷ്യ മനസ്സിന്റെ പ്രദീപ്തമായ ശോഭായമാനമായ അവസ്ഥ, മനുഷ്യന്റെ മനസ്സിന്റെ ശോഭായമാനമായ അവസ്ഥ. നല്ല മനസ്സ്, നല്ല പ്രവർത്തനം. നല്ല മനസ്സുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നല്ല പ്രവർത്തനം വരും. ആ ഒരു മാനസികമായ ഉത്കർഷം, അതല്ലേ? അതാണ് ദീന്, അതാണ് ദീൻ. ദീൻ എന്താ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മജ്മുഉൽ അഅ്മാലി സ്വാലിഹത്തി വൽ അഖ്ലാഖിൽ ഹസന. നല്ല പ്രവർത്തനത്തിന്റെയും നല്ല സ്വഭാവത്തിന്റെയും ഒരു കോംപ്ലക്സ്, ഒരു സമുച്ചയം. നല്ല മജ്മുഉ, നല്ല സ്വഭാവവും നല്ല പ്രവർത്തനവും. നല്ല സ്വഭാവം ഉണ്ടാവുമ്പോൾ നല്ല പ്രവർത്തനം ഉണ്ടാവും. നല്ല സ്വഭാവവും നല്ല പ്രവർത്തനം, അതാണ് ദീൻ. ദീന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെയാ. അത് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഗുരുക്കന്മാർ പകർന്നു കൊടുത്ത ആത്മീയ വിദ്യയുണ്ട്. ഇന്ന് പ്രൊഫഷണലിസമാണ്. ഇന്ന് കേവലം വിദ്യാഭ്യാസം പ്രൊഫഷണലാ, ജോലിക്ക് വേണ്ടി പഠിക്കുക, തൊഴിലിന് വേണ്ടി പഠിക്കുക. പണ്ട് അങ്ങനെയല്ല. പണ്ട് ശരിക്ക് ഗുരുവാണ്. ഗുരു ശരിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മനുഷ്യന്റെ മനസ്സിന്റെ അന്ധകാരം, ഗുശബ്ദം അന്ധകാരം താൻ രുശബ്ദം തന്നിരോധകം, അങ്ങനെയാണ്. ഗുശബ്ദം അന്ധകാരം. ഗു എന്ന് പറഞ്ഞാൽ അർത്ഥം അന്ധകാരം എന്നാ. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം, രു എന്ന് പറഞ്ഞാൽ ആ തന്നിരോധകം, അന്ധകാരത്തെ നീക്കുന്ന ആള്. ശിഷ്യന്റെ മനസ്സിലെ അന്ധകാരം നീക്കുന്ന ആൾക്കാണ് ഗുരു എന്ന് പറയാ. അവനാണ് ഗുരുനാഥൻ. അവൻ ശിഷ്യന്റെ മനസ്സിലെ അന്ധകാരം നീക്കി തമസോമ ജ്യോതിർഗമയ, ആ കുട്ടിയെ തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് കൊണ്ടുപോകും. നിന്റെ ആളുകളെ നീ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ, അതാണ് ശരിക്കും ഇവിടെ നിർവഹിക്കപ്പെട്ട ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യ നിർവഹണത്തിൽ ലോകത്തെ ഏറ്റവും തിളങ്ങി നിന്ന ഗുരുക്കന്മാരായ മഹത്തുക്കളുടെ ജീവിതം പഠിച്ചു നോക്ക്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒറ്റ ഉദാഹരണം, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ലോകത്തെ വിജിഗീഷുവായ പണ്ഡിതന. അദ്ദേഹത്തിന്റെ വീട്ടിൽ കുട്ടികൾ താമസിക്കുന്നു, പഠിക്കുന്നു. ശരിക്കും ചിന്തിക്കണം നമ്മുടെ മക്കള്. ഒരു ഗുരുനാഥന്റെ ജീവിതം മനുഷ്യർക്ക് പകർന്നു കൊടുക്കുന്ന ആത്മീയമായ ഉത്കർഷം എന്ന് പറയുന്നത് അതാണ് ശരിക്കും സൂഫിസം, അതാണ് ചിന്ത. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വീട്ടിൽ കുട്ടികൾ ഒന്നാകെ ഇരുന്ന് താമസിച്ച് പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഉസ്താദിന്റെ അല്ലെങ്കിൽ ഗുരുനാഥന്റെ മൊഴിമുത്തുകൾ രേഖപ്പെടുത്തി വെക്കും പുസ്തകങ്ങളിൽ. അത് കടലാസുകളാക്കി അവർ സൂക്ഷിക്കും. അങ്ങനെ കടലാസുകളാക്കി സൂക്ഷിച്ചുകൊണ്ടിരുന്ന പ്രത്യേക സന്ദർഭത്തിൽ ഈ മൊഴിമുത്തുകൾ അവർ പ്രത്യേകം പല സ്ഥലത്തൊക്കെ വെക്കും. ഇതിങ്ങനെ പല സ്ഥലത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എലി വന്നിട്ട് അത് കരണ്ടു. വീട്ടിൽ എലി കയറും, സ്വാഭാവികമാണ്. എലി വന്നിട്ട് ഈ കടലാസ് കഷ്ണങ്ങൾ കരളുമ്പോൾ ഈ വിദ്യ നഷ്ടപ്പെട്ടു പോവാണ്. ഈ വിദ്യ നഷ്ടപ്പെട്ടു പോകുന്ന പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തീരുമാനിച്ച് അതിന് പരിഹാര മാർഗം ഉണ്ടാക്കാൻ അവർ ആലോചിച്ച് അന്തിമമായി അവർ കണ്ടെത്തിയത് പരമ്പരാഗത ശൈലിയിൽ നമുക്ക് ഈ എലിയെ കൊല്ലാൻ പൂച്ചയെ വളർത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പരമ്പരാഗത ശൈലി അനുസരിച്ച് ഈ എലിയെ കൊല്ലാൻ ഒരു പൂച്ചയെ വളർത്താൻ തീരുമാനമെടുത്ത് അങ്ങനെ പൂച്ചയെ കൊണ്ടുവരാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ഗുരുനാഥൻ എന്ന രീതിയിൽ ഒരു സമ്മതം ചോദിക്കണമല്ലോ. ഒരു സമ്മതം ചോദിച്ചു. ഗുരുനാഥനോടൊരു സമ്മതം ചോദിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, എലിയെ കൊല്ലാൻ പൂച്ചയെ വളർത്താൻ പറ്റില്ല. കുട്ടികൾക്ക് അത്ഭുതമായി. കാരണം എന്താ? പരമ്പരാഗതമായി ചെയ്തു വരുന്ന പ്രവർത്തനം. എന്നാൽ ഈ പൂച്ച എന്ന് പറയുന്ന സാധനം വളർത്താൻ പറ്റാത്ത ജീവി അല്ലതാനും. ഇസ്ലാമിന്റെ പ്രവാചകരാകുന്ന അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും തന്റെ ഒരു ശിഷ്യൻ ഒരു പൂച്ചയെ വളർത്തിയപ്പോൾ അയാൾക്ക് രസകരമായി പേരിട്ടു അബൂ ഹുറൈറ. എന്താ അതിന്റെ അർത്ഥം? പൂച്ചന്റെ ഉപ്പ, പൂച്ചക്കുട്ടീന്റെ ഉപ്പ എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇയാൾ പൂച്ചയെ വളർത്തിയത് കൊണ്ട് അയാൾക്ക് കൊടുത്ത പേരാണത്. അയാളെ യഥാർത്ഥ പേരതല്ല. എന്നാൽ അങ്ങനെ ആലങ്കാരികമായി പേരിടാൻ മാത്രം പൂച്ചയെ വളർത്താൻ അനുമതി കൊടുത്ത പ്രവാചകന്റെ ആ ഗണത്തിൽപ്പെട്ട ഒരു ഗുരുനാഥൻ എന്തേ പൂച്ചയെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞത്? കുട്ടികൾക്ക് വല്ലാത്ത സംശയം.
കുട്ടികൾ ആ സംശയം പ്രിയപ്പെട്ട ഗുരുവര്യനോട് പങ്കുവെച്ചു. നല്ല നിലക്ക് ചോദിച്ചു, എന്താ ഉസ്താദെ അങ്ങനെ പറയാൻ കാരണം? ആ സന്ദർഭത്തിലാണ് ആ ഗുരു മനസ്സ് തുറന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവൻ കേൾക്കണം, ആധുനിക ലോകത്ത് ഇതിന് എത്രത്തോളം പ്രസക്തിയുണ്ട്. ആ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ ഭയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ എലിയെ കൊല്ലാൻ വേറെന്തെങ്കിലും മാർഗം സ്വീകരിച്ചോ? എലി നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നുവെങ്കിൽ എലിയെ കൊല്ലാൻ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചോ? അതേ സമയത്ത് പൂച്ചയെ വളർത്തരുത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഞാൻ ഭയപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ഈ പൂച്ചയുടെ ശബ്ദം എലി കേൾക്കും. നിങ്ങൾ ഈ വീട്ടിലൊരു പൂച്ചയെ കൊണ്ടുവന്നാൽ ഒരു എലിയെ പിടിക്കുമ്പോഴേക്കും അതിന്റെ ശബ്ദം മറ്റെലികൾ കേൾക്കും. ഫയഹ്റുബുൽ ഫഅർ, എലികളൊക്കെ ഓടി ഒളിക്കും. ഇലാ ദുവരിൽ ചിറാൻ, അയൽവാസികളുടെ വീട്ടിലേക്ക്. അയൽവാസിയുടെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ എലികൾ ഓടിപ്പോകും. എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത്, ഞാൻ എനിക്കിഷ്ടപ്പെടുന്നതേ എന്റെ സുഹൃത്തായ അയൽവാസിക്കും കൂട്ടുകാർക്കും ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. എന്റെ വീട്ടിൽ എലി ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്റെ അയൽവാസിയുടെ വീട്ടിൽ എലി ഉണ്ടാകുന്ന എനിക്ക് ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ വീട്ടിലെ എലിയെ അയൽവാസിയുടെ വീട്ടിലേക്ക് ഓടിച്ചു വിട്ട കുറ്റം ഞാൻ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റെടുക്കേണ്ടി വരും. അതെനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് ഒരു എലിയെ പേടിപ്പിച്ച് അങ്ങോട്ട് ഓടിപ്പിക്കുന്ന ഏർപ്പാട് വേണ്ട. ഇവിടെ വെച്ച് നശിപ്പിക്കാൻ വേറെ വല്ല മാർഗവും ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ സംസ്കരിച്ചപ്പോ ആ കുട്ടികളുടെ മനസ്സിലുണ്ടായി വരുന്ന ഒരു വികാരമുണ്ടല്ലോ, അതാണ് ദീൻ. അതാണ് ദീൻ. ഒരു ചെറിയ ശല്യം പോലും മറ്റൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല തന്റെ മുമ്പിലുള്ള ശിഷ്യന്മാരെ വിളിച്ചു. അവരോട് ശരിക്കും വിളിച്ചിട്ട് പറഞ്ഞ, മക്കളെ, ഏറ്റവും ചുരുങ്ങിയത് 3 മിനിമം ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിൽ 3 മിനിമം ക്വാളിറ്റി നിങ്ങൾക്ക് വേണം. ആ മിനിമം ക്വാളിറ്റി എന്താണ് എന്ന് കുട്ടികൾ ചോദിച്ചപ്പോ ആ മഹാനായ പണ്ഡിതൻ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറഞ്ഞ വാചകം എന്താണ്? ഇല്ലം തസുറഹു ഫലാ തഅമ്മഹു. നീ ഒരു മനുഷ്യന് സന്തോഷം പകർന്നില്ലെങ്കിലും ടെൻഷൻ കൊടുക്കരുത്. നിന്നെ കൊണ്ടൊരു മനുഷ്യന് സന്തോഷമില്ലെങ്കിൽ ശരി, നീ ആ മനുഷ്യന് ടെൻഷൻ ഉണ്ടാക്കരുത്. ഇല്ലം തംദഹു, ഒരു മനുഷ്യനെ നീ സ്തുതിച്ചില്ലെങ്കിൽ പോലും ഫലാ തദുമ്മഹു, അവനെ കുറ്റപ്പെടുത്താൻ പോകരുത്. നോക്കണം നിങ്ങൾ. ഇല്ലം തുഇൻഹു, ഒരു മനുഷ്യനെ നീ സഹായിച്ചില്ലെങ്കിൽ ഫലാ തദുറഹു, ദ്രോഹിക്കരുത്. 3 കാര്യമാണ് ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞത്. നിനക്കൊരാളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും ദ്രോഹിക്കരുത്. നിനക്കൊരാൾക്ക് സന്തോഷം പകരാൻ കഴിയില്ലെങ്കിലും അതിന് ഒമ്മ എന്ന് പറഞ്ഞാൽ വലിയ ടെൻഷനാ. ആ മനുഷ്യനെ ദുഃഖിപ്പിക്കുന്ന ഒരു പണിയെടുക്കരുത്. നീ ഒരാളെ ഗുണം പറയാൻ തയ്യാറല്ലെങ്കിലും ഒരുത്തരെ ദോഷം പറഞ്ഞ് നടക്കരുത്. ഇത് പഠിപ്പിച്ചു കൊടുത്തു യഹ്യ ഇബ്നു മുആദ് തങ്ങൾ. അതൊരു പഠനത്തിന്റെ ബേസാണ്, ബേസിക് പ്രിൻസിപ്പിളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നമ്മളെ കൊണ്ട് ഈ സമൂഹത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മളിവിടെ സമൂഹത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരാവാറുണ്ട്. ഒരു മനുഷ്യന്റെ ക്വാളിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ കൊണ്ട് സമൂഹത്തിൽ ദ്രോഹം ഉണ്ടാകാൻ പാടില്ല എന്നാ. അതാണ് ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവൻ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ്. ജനോപകാരപ്രദമായ പ്രവർത്തനം ചെയ്യുന്നവൻ. എല്ലാ മതങ്ങളും അങ്ങനെയല്ലേ പറഞ്ഞത്? ഇപ്പൊ ഇവിടെ വന്നു പോയ ഫാദർ അദ്ദേഹത്തിന്റെ മതത്തിലൂടെ സമൂഹത്തെ പഠിപ്പിക്കുന്ന മുഴുവൻ സേവനമാണ്. ദൈവം സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹമായി സമൂഹത്തെ ശരിക്ക് നന്നായി ഈ സമൂഹത്തിന് സ്നേഹം കൊടുക്കാൻ പഠിപ്പിക്കുന്നു. യേശുവിനെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് അവരൊക്കെ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത്. ആ സ്നേഹം സമൂഹത്തിന് കൊടുക്കണമെന്നാണ് ക്രിസ്തുധർമ്മം പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മവും അങ്ങനെ തന്നെ. കുരുക്ഷേത്രത്തിന്റെ രണഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ യുദ്ധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ശ്രീമൽ ഭഗവത്ഗീതയിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ എങ്ങനെ അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണേവച നിർമ്മമോ നിരഹങ്കാര സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോമൽ ഭക്ത സമയപ്രിയ. യോമൽ ഭക്ത സമയപ്രിയ. ഇങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം. എങ്ങനെയുള്ള ഭക്തൻ? കുഴപ്പമുണ്ടാക്കുന്ന ഭക്തനാണോ? കുഴപ്പമുണ്ടാക്കുന്ന ഭക്തനാണോ? തന്നെ എതിർക്കുന്നവരും തനിക്കെതിരെ എഴുതുന്നവരും നശിച്ചു പോകട്ടെ എന്ന് കരുതുന്നവനാണോ? മല്ലേശപ്പ കൽബുർഗിയെ കൊന്നു, പെരുമാൾ മുരുകൻ എഴുത്ത് നിർത്തി. നമ്മുടെ രാജ്യത്ത് സംഭവിച്ച സംഭവവികാസങ്ങളെ കുറിച്ച് പഠിക്കും നിങ്ങള്. ഈ രാജ്യത്ത് കുൽക്കർണിയുടെ തലയിലേക്ക് ഒന്നിച്ച് കരിയോലൊഴിച്ചു. തന്നെ എതിർക്കുന്നവരെ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ലോകത്ത് കാഴ്ചവെക്കുന്ന ആളുകൾ. എന്നിട്ടോ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി ഇപ്പുറത്ത് സൂഫിസം സംഘടിപ്പിക്കുക. അതല്ല സൂഫിസം. ഈ പ്രകടനപരതയല്ല സൂഫിസം. സൂഫിസം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പൊറാട്ട് നാടകം നടത്തി ഡൽഹിയിൽ കുറെ പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതാണ് സൂഫിസം എന്ന് പറയലല്ല. സൂഫിസം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാം മുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദുൽ ഗസാലി തങ്ങൾ ഒരു എലിയെ ഓടിച്ചിട്ട് പോലും അടുത്ത വീട്ടുകാരെ ദ്രോഹമുണ്ടാക്കാതിരിക്കണം എന്ന ആത്മീയ ചിന്തയാണ് തസൗഫ്. അതാണ് സൂഫിസം. സൂഫിസം സമൂഹത്തിന് പകരുന്നത് മാനവികതയാണ്. സൂഫിസം സമൂഹത്തിന് പകരുന്ന പ്രകടനപരതയല്ല. ആ പ്രകടനപരത കൊണ്ട് ഒരിക്കലും സമൂഹത്തിന് നന്മ ഉണ്ടാവൂല. നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യം അതാ. ഇവിടെ പറഞ്ഞ അദ്വേഷ്ട സർവഭൂതാനം, ഒരാളോടും ദേഷ്യം വെച്ച് പുലർത്തണ്ടാന്ന. മൈത്ര കരുണയെ വെച്ച് എല്ലാവരോടും കാരുണ്യവും മൈത്രീ ബന്ധവും. ഈ കാരുണ്യവും മൈത്രീ ബന്ധവും സമൂഹത്തിൽ പ്രകടമാക്കാൻ നമുക്ക് കഴിയണം. അതല്ലേ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം. ആ ദൗത്യം ഇന്ന് ലോകത്ത് നിർവഹിക്കാൻ ആരുണ്ട്? അത് ചെയ്യുന്നവനെ ലോകം അംഗീകരിക്കുമല്ലോ. അത് വിൽക്കാനുള്ളതല്ല. നിങ്ങൾക്കറിയോ, ഡൽഹിയിൽ നിന്നൊരു പെൺകുട്ടി അതിന്റെ ബാല്യപ്രായത്തിൽ ട്രെയിൻ കയറി പോകുന്ന സമയത്ത് വീട്ടുകാരെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഡഫ് ആൻഡ് ഡംപ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിരിക്കും. വലിയ പത്രങ്ങളൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഡഫ് ആൻഡ് ഡംപാണ് ആ കുട്ടി. എന്ന് പറഞ്ഞാൽ മിണ്ടാനും വയ്യ, കുട്ടിക്ക് സംസാരിക്കാനും വയ്യ. സംസാരശേഷിയും അതുപോലെ തന്നെ കുട്ടിക്ക് കേൾവിയുമില്ലാത്ത ഊമബധിരയായ ഒരു പെണ്ണ്. ആ പെണ്ണ് അബദ്ധത്തിൽ പാകിസ്ഥാനിൽ ചെന്നപ്പെട്ടു. പാകിസ്ഥാനിലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെ
ഏറ്റെടുത്തുകൊണ്ട് പരിപാലിക്കുന്ന സത്താർ ഈദിയുടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷന് കിട്ടിയ കുട്ടിയെ അവർ പോറ്റി വളർത്തി 13 കൊല്ലം ആ കുട്ടിയെ വളർത്തി. അപ്പോഴേക്കും ഒരു ബാലികയായി. ഈ 13 കൊല്ലം പോറ്റുമ്പോൾ ഇവർ ഈ കുട്ടി എവിടുത്തുകാരിയാണെന്ന് പഠിക്കരുത്. നീണ്ട വർഷങ്ങളോളം അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് കുട്ടിക്ക് എവിടുത്തുകാരിയെന്ന് പറയാൻ വയ്യ, ഊമയായതുകൊണ്ട് അത് പ്രകടിപ്പിക്കാനും വയ്യ. അവസാനം ഈ കുട്ടി ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കും ഇന്ത്യയുടെ പതാകയും നമ്മുടെ ദേശത്തിന്റെ കളികളുമൊക്കെ കാണിക്കുന്ന ഭാവഹാവാദികൾ കണ്ടുകൊണ്ട് അവർ മനസ്സിലാക്കി കുട്ടിക്ക് ഇന്ത്യയുമായി അറ്റാച്ച്മെന്റ് ഉണ്ട്. ഡൽഹിയിൽ വന്ന് അന്വേഷിച്ചു. ഇത് നമ്മുടെ തലസ്ഥാന നഗരിൽ വന്ന നിരന്തരമായ അന്വേഷണ നൈരന്തര്യത്തിന്റെ ഒടുവിൽ അവർ കൃത്യമായി കണ്ടെത്തി ഈ കുട്ടിയുടെ രക്ഷിതാക്കളെ. അവസാനം 13 കൊല്ലം ആ കുട്ടിയെ പോറ്റിയിട്ട് ഈദി ഫൗണ്ടേഷന്റെ തലവൻ സത്താർ ഈദി ഈ കുട്ടിയെ നേരിട്ടൊരു യുവതിയായപ്പോ കൊണ്ടുവന്ന് ഡൽഹിയിൽ കുടുംബത്തെ ഏൽപ്പിക്കുന്ന രംഗം പത്രക്കാർ എഴുതിയിരുന്നു. അവർ ഏൽപ്പിച്ചു കൊടുത്തു. അത്ഭുതപ്പെട്ടു പോയി ആ കുടുംബക്കാര്. അവർ നന്ദി പറഞ്ഞു എന്ന് മാത്രമല്ല, ഇക്കണ്ട കോപ്പിരാട്ടിത്തരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോലും അത് അപ്രീഷിയേറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഈദി ഫൗണ്ടേഷന് 1 കോടി രൂപ ഇന്ത്യ നൽകും, അത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തത്. സത്താർ ഈദി പറഞ്ഞു, ഞാനും എന്റെ ഭാര്യ ബിൽക്കീസ് ബാനുവും ജീവിതത്തിൽ ഒരുപാട് കാലമായി ഈ പാവങ്ങളെ സംരക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഇത് ഞങ്ങളുടെ ഒരു ജീവിത മുഖമുദ്രയാണ്. സ്നേഹം വിൽക്കാനുള്ളതല്ല, ഞങ്ങൾക്ക് 1 കോടി രൂപ വേണ്ട. നേരെ തിരിച്ചു പോയി അവർ ട്രെയിനിൽ പാകിസ്ഥാനിലേക്ക്. നോക്കണം, സ്നേഹം വിൽക്കാനുള്ളതല്ലെന്ന് പറഞ്ഞുകൊണ്ട് 1 കോടി രൂപ പുറങ്കാല് കൊണ്ട് തട്ടിക്കൊണ്ട് ഈദി ഫൗണ്ടേഷന്റെ തലവൻ സത്താർ ഈദി പാകിസ്ഥാനിലേക്ക് കടന്നു പോകുമ്പോ സ്നേഹത്തിന് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ ബന്ധമില്ല. സ്നേഹത്തിന് എവിടെയും അതിർവരമ്പില്ല, ഭാഷയുടെ അതിർവരമ്പില്ല. അങ്ങ് ഈജിപ്തിൽ കിടക്കുന്ന നൈൽ നദിക്കപ്പുറത്ത് കിടക്കുന്ന അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന പ്രസിദ്ധനായ കവി, അദ്ദേഹം വളരെ മനോഹരമായി നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ നോക്കിക്കൊണ്ട് ചരിത്രം പഠിച്ചിട്ട് പറഞ്ഞു, അയാൾ നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു ഫക്കീറായിരുന്നു, അദ്ദേഹം ലളിത ജീവിതം നയിച്ച ആളായിരുന്നു. അവസാനം ഒരു വരി അഹമ്മദ് ഷൗക്കി എഴുതി, അയാൾ നല്ല കവിയാണ്. അഹമ്മദ് ഷൗക്കി എന്ന കവിയുടെ അവസാനത്തെ വാചകം എന്താ? ഗാന്ധിജിയെ കുറിച്ച് മാത്രം ഒരു കവിത. ഒടുക്കത്തെ വരി കൂടുതൽ ഉദ്ധരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് മാത്രം പറയട്ടെ. ഹിന്ദുക്കളെയും മുസ്ലിമിനെയും സ്നേഹത്തിലേക്കും സൗഹൃദത്തിലേക്കും കൊണ്ടുവന്ന ഒരു മനുഷ്യൻ, അതാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ആരാ പറയുന്നത്? നൈൽ നദിക്കപ്പുറത്ത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുകൊണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഈജിപ്റ്റ്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സൂയസ് കനാലിന്റെ അപ്പുറത്ത് നൈൽ നദിക്കരയിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തിന്റെ തടസ്സമോ കനാലിന്റെ ബന്ധമോ പശ്ചിമേഷ്യൻ പ്രശ്നമൊന്നും ബാധിക്കാതെ ഇന്ത്യയെ നോക്കിക്കൊണ്ട് അഹമ്മദ് ഷൗക്കി എന്ന അറബി കവി പാടി. എത്ര മനോഹരമാണത്! ആ അറബി കവിക്ക് ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപിതാവിനെ കുറിച്ച് അങ്ങനെ പാടാൻ കഴിഞ്ഞാൽ, നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമികൾക്ക് പരിശുദ്ധ പ്രവാചകരെ കുറിച്ച് അങ്ങനെ പാടാൻ കഴിഞ്ഞാൽ, ഓർക്കണം നമ്മൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് ബുദ്ധിജീവികളും അങ്ങനെ തന്നെ ചരിത്രം എഴുതുകയും വളരെ മനോഹരമായി കാര്യങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്നേഹം സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ ഇസ്ലാമിന്റെ മക്കൾക്ക് കഴിയണം, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്കും കഴിയണം. ഇന്ന് ഏറെ തെറ്റിദ്ധാരണയല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന ആളുകളെ പോലും, നമ്മിലൂടെ വളർന്നു വന്ന ആളുകൾ പോലും, ഉദാഹരണം ഈ അടുത്ത കാലത്ത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വളരെ ശക്തമായി വിമർശിച്ച കമാൽ പാഷ, ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രതിനിധി മുകളിലേക്ക് വരുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. എന്താ കാരണം? അതൊരു കമ്മ്യൂണൽ ചിന്തയല്ല, അതൊരു കമ്മ്യൂണിറ്റി ചിന്തയാണ്. കമ്മ്യൂണൽ ചിന്തയും കമ്മ്യൂണിറ്റി ചിന്തയും രണ്ടാണ്. വർഗീയതയ്ക്ക് ഇസ്ലാം ഒരിക്കലും അംഗീകാരം കൊടുക്കില്ല. പരിശുദ്ധ പ്രവാചകർ തീർത്തു പറഞ്ഞു, ലൈസ മിന്നാ മൻ ദഅ ഇലാ സബിയ്യ, വർഗീയ ചേരിതിരിവിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. കൃത്യമായ ഹദീസാ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. നിങ്ങൾ വൈരമുണ്ടാക്കരുത്, നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കരുത്, നിങ്ങൾ സമൂഹത്തിൽ ഒരാളെ വേദനിപ്പിക്കരുത്. എത്രത്തോളം ബിന്നദറത്തിൻ, ഒരു തുറിച്ചു നോട്ടം കൊണ്ട് പോലും ഒരു മനുഷ്യന്റെ മനസ്സിൽ വേദന ഉളവാക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലേ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് പ്രകടിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രവാചകർ സമൂഹത്തിന് കൊടുത്ത സന്ദേശം നോക്ക് നിങ്ങൾ. ആ സന്ദേശത്തെ കുറിച്ച് പഠിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു മനുഷ്യൻ ഒരു കോടതിയിൽ ജസ്റ്റിസായി സ്ഥാനമേൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഒരാൾ ഉയർന്നൊരു പോസ്റ്റിലെത്തി, ഒരു IAS നേടിയ ഒരു കലക്ടറായി ഉദാഹരണം, അത് ഏത് ജാതിക്കാരനാണെങ്കിലും നമുക്കൊരു പ്രാദേശിക വികാരം ഉണ്ടാവും. ഇവിടുന്ന് ഒരു നല്ല ഉയർന്ന പോസ്റ്റിലെത്തുന്ന ഒരാള്, അയാൾ ആരാണെങ്കിലും ശരി, എന്ന പോലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരാൾ വരുമ്പോൾ ആ സമൂഹത്തിന്റെ സന്തോഷം ഉണ്ടാവും, സ്വാഭാവികല്ലേ. പക്ഷെ അയാൾ ചെയ്ത പ്രവർത്തനം എന്താ? ഇസ്ലാമിൽ ഈ 4 പെണ്ണ് കിട്ടുന്ന ഏർപ്പാട് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കാത്ത പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലെ വിവാഹത്തെ വളരെ മോശമായി ചിത്രീകരിച്ചു. അറിയുമോ ഇസ്ലാമിന്റെ വിവാഹത്തെ കുറിച്ച് ആളുകൾക്ക്? നമ്മൾ നാളെ ഇവിടെ നിക്കാഹ് നടത്താൻ പോവുകയാണ്. നാളെ നടത്തുന്ന നിക്കാഹ് കർമ്മത്തിന്റെ പ്രത്യേകത നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച വിവാഹം എന്താ? ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ കാർക്കശ സ്വഭാവം എന്താണ്? ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ കാർക്കശ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനിസ്തത്വഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിനക്കൊരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ കെൽപ്പുണ്ടെങ്കിൽ വിവാഹം കഴിച്ചോ എന്നാ കൽപ്പന. എന്താണ്? ശാരീരിക സാമ്പത്തിക സാമീപ്യം എല്ലാം കൊടുക്കാൻ ഇവന് കഴിയുമോ?
ഭക്ഷണ വസ്ത്രാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുമോ എങ്കിൽ നിനക്കൊരു വിവാഹം കഴിക്കാം. അപ്പോൾ ഒരു വിവാഹം കഴിക്കാൻ ഇസ്ലാമിന് നിബന്ധനയുണ്ട്. എല്ലാവരും വിചാരിച്ച പോലെ നമ്മളൊക്കെ പറയാറുള്ളത് നിക്കാഹ് അഥവാ വിവാഹം പ്രവാചക ചര്യയാണ്, അത് സുന്നത്താണ്, അത് ഐച്ഛികമായി ചെയ്യേണ്ടതാണ് എന്നാണ്. അങ്ങനെ ധരിച്ചവർക്കൊക്കെ തെറ്റി. ഇസ്ലാമിൽ വിവാഹം എല്ലാവർക്കും സുന്നത്തല്ല. ഇസ്ലാമിൽ വിവാഹം എല്ലാവർക്കും ഒരുപോലെയല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, വ്യക്തമായി നിക്കാഹ് നടക്കുന്ന വേദിയിൽ നാളെ ഇവിടെ വെച്ച് ആ വചനം ഉച്ചരിക്കുമല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയും, ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ചില ആളുകൾക്ക് വിവാഹം നിഷിദ്ധമാണ്, പാടില്ല. ചില ആളുകൾക്ക് വിവാഹം സുന്നത്താണ്, നല്ലതാണ്. ചില ആളുകൾക്ക് വിവാഹം നിർബന്ധമാണ്. ചില ആളുകൾക്ക് വിവാഹം കറാഹത്താണ്. ചില ആളുകൾക്ക് വിവാഹം ജായിസ്, അനുവദനീയമാണ്. എന്താണ് ഇതൊക്കെ? വളരെ വ്യക്തമായി പറയും. എല്ലാവർക്കും ഇസ്ലാമിൽ വിവാഹം ഒരുപോലെ അല്ലല്ലോ. ഇസ്ലാമിൽ വിവാഹം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് പോറ്റാൻ സാമ്പത്തിക ശാരീരിക ശേഷിയുണ്ട്, പക്ഷെ ആ മനുഷ്യന് ഒരു സ്ത്രീയിലേക്ക് ആവശ്യമില്ല. അവന്റെ പ്രകൃതി അങ്ങനെയാ. അവന് വേണമെങ്കിൽ വിവാഹം കഴിക്കാം, അതാണ് ജായിസ്. അവന് വേണമെങ്കിൽ കല്യാണം കഴിക്കാം. നേരെ മറിച്ച് വേറൊരു വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരിക ശേഷിയുണ്ട്, അവന് സാമ്പത്തിക സൗകര്യമുണ്ട്, ഒരു ഇണജീവിതം അവന് താല്പര്യമുണ്ട്, എന്നാൽ അവൻ വിവാഹം കഴിക്കൽ സുന്നത്താണ്, നല്ലതാ, അവൻ വിവാഹം കഴിക്കൽ. അതേസമയത്ത് വേറൊരു വ്യക്തി, അവൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ പരസ്ത്രീ ഗമനം നടത്തുമെന്നൊരു തോന്നൽ അവനുണ്ട്. അവന് പരസ്ത്രീ ഗമനം വേണ്ടി വരുമെന്നൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട്. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് അവൻ എങ്കിൽ അവൻ വിവാഹം കഴിക്കാൻ നിർബന്ധമാണ്. അവൻ വിവാഹം കഴിക്കാൻ നിർബന്ധമാണ്. വേറെ ഒരാൾ, അവൻ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പോറ്റാൻ ഒരു നിലയിലും അവന് ശേഷിയില്ല, ശാരീരിക ശേഷിയില്ല, സാമ്പത്തിക ശേഷിയില്ല, കഴിയില്ല. അവൻ വിവാഹം കഴിക്കാൻ പാടില്ല, ഒരു പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവൻ വിവാഹം കഴിച്ചൂടാ. ഹറാം, മദ്യപിക്കുന്നത് പോലെ ഹറാമാണെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇസ്ലാമിന്റെ നിബന്ധന. അപ്പോൾ ഒരു പെണ്ണ് കെട്ടാൻ തന്നെ ഇസ്ലാമിൽ കൃത്യം നിബന്ധനകളുണ്ട്. ആ വിവാഹം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് വളരെ മനോഹരമായി നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ ഒരു കുടുംബിനിയുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ചെയ്തു കൊടുക്കണം. നാളെ നിങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തുന്ന നിക്കാഹിൽ ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ഏറ്റെടുക്കുന്ന വചനം, ആ ഖബിൽ തുമിങ്ക നിക്കാഹഹ, നിന്നെ ഞാൻ എന്റെ സഹധർമ്മിണിയാക്കുന്നു എന്ന വാക്ക് പറയുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകം, വഖദ് അഖദ്ന മിൻകും മീസാകൻ ഗലീളാ, വളരെ ഗൗരവമുള്ള ഒരു പ്രതിജ്ഞയാണ് ആ പെണ്ണിന് കൊടുത്തത്. പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ ഗൗരവമാണ്. പിന്നെന്താ ഗൗരവമുള്ള പ്രതിജ്ഞ? മീസാഖ് ഒലീദ്, അറബി പദത്തിന്റെ ഗൗരവം നോക്കണ്ടേ? മീസാഖൻ ഒലീദൻ, ഗൗരവ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ എന്താ? ലംഘിക്കാൻ പാടില്ല. തോന്നിയ പോലെ വിവാഹമോചനം നടത്താൻ പറ്റൂല. ഒരിക്കലും തോന്നിയ പോലെ വിവാഹമോചനം നടത്താൻ പാടില്ല. ഇസ്ലാമിന് അത് അനുവദനീയമല്ല. ആ പെണ്ണിന് കൊടുത്ത വാക്ക് വളരെ ഗൗരവമുള്ള വാക്കാ. അതിനെ പ്രവാചകൻ ഒന്നുകൂടി വിശദീകരിച്ചു. ഒരു മനുഷ്യൻ ഭൂമിയിൽ വെച്ച് പാലിക്കേണ്ട കരാറിൽ വെച്ച് ഏറ്റവും ഗൗരവമുള്ള കരാർ ഒരു പെണ്ണിന് കൊടുക്കുന്ന വാക്കാ. ആ കരാർ പാലിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. ആ കരാർ പാലിക്കണം. ഈ പെണ്ണിന് കൊടുത്ത വാക്ക് അവളെ പോറ്റണം, സംരക്ഷിക്കണം, എന്ത് ത്യാഗം സഹിച്ചും അവളെ സഹധർമ്മിണിയായി നിർത്തണം. ആ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്താൻ പാടില്ല. ഇനി അങ്ങനെ ഇവന്റെ കുടുംബജീവിതത്തിൽ ഒരു അസ്വാരസ്യം രൂപപ്പെട്ടു വന്നാൽ എന്തു ചെയ്യണം? 5 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വിവാഹമോചനത്തിലേക്ക് ഒരു മനുഷ്യൻ എത്താൻ പാടുള്ളൂ. 5 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. എങ്ങനെ? കൃത്യമായി ഇസ്ലാം പറയുന്നു, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുന്ന. ഭാര്യയുടെ കയ്യിൽ, ഭർത്താവിന്റെ കയ്യിൽ എന്തെങ്കിലും അപാകതകളൊക്കെ സംഭവിക്കുമ്പോ ഉപദേശിക്കുക. ഇങ്ങനെ പോയാൽ നമ്മുടെ കുടുംബം ശരിയാവോ? നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഐക്യം വേണ്ടേ, ഒരുമ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് 2 പേർ ദമ്പതികൾ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കണം. കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ട് പരിഹരിക്കുന്നില്ലെങ്കിലോ 2ാം ഘട്ടം വഹ്ജുറൂഹുന്ന ഫിൽ മദാജ്. വഹ്ജുറൂഹുന്ന ഫിൽ മദാജി എന്ന പദത്തിനർത്ഥം സാമീപ്യം അകറ്റി നിർത്തുക. അതായത് ബെഡ്റൂമിൽ അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശാരീരിക ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പൊ ഈ സ്ത്രീക്ക്, ഈ പുരുഷന് മാനസികമായൊരു മാറ്റം വരും. ആ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതുകൊണ്ടും ഫലമില്ലെങ്കിലോ സ്ത്രീകളെ കയ്യിൽ കുഴപ്പമുണ്ടെങ്കിൽ വദരിബൂഹുന്ന, അവരെ ചെറുതായി ശിക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരു മർദ്ദനം എന്ന അർത്ഥം ഒരിക്കലും കൽപ്പിക്കാൻ പാടില്ല എന്ന് തഫ്സീറുകളിൽ പറയുന്നു. തൂവാല കൊണ്ട് അടിക്കുക എന്നുവരെ വിവക്ഷിച്ച ആളുകളുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ഭർത്താവിന് ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി 4ാമത്തെ ഘട്ടമോ ഇത് 3ഉം ചെയ്തിട്ട് ഫലമില്ലെങ്കിൽ ഫബഅതു ഹക്കമ മിൻ അഹ്ലിഹാ വഹക്കമ മിൻ അഹ്ലിഹി. ആ 2 ഹക്കമ മിൻ അഹ്ലിഹി വഹക്കമ മിൻ അഹ്ലിഹാ, ഭാര്യയുടെ കുടുംബത്തിലെയും ഭർത്താവിന്റെ കുടുംബത്തിലെയും 2 കുടുംബത്തിലെയും നീതിമാന്മാരായ ആളുകൾ വന്ന് ഈ കുട്ടികളെ ഇരുത്തി വിഷയം കൃത്യമായി ചർച്ച ചെയ്യണം. അങ്ങനെ ചർച്ച ചെയ്ത ശേഷം എന്താണോ അതിന്റെ പരിഹാര മാർഗമെന്ന് കാരണവന്മാർ കണ്ടുപിടിച്ച് ഉപദേശിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബജീവിതം നിലനിൽക്കും. ഇങ്ങനെ
ഈ പുരുഷന് ചെയ്യാനുള്ളതും കുടുംബത്തിന് ചെയ്യാനുള്ളതും ഒക്കെ ചെയ്തിട്ടും ഈ കുടുംബ ബന്ധം നല്ല നിലക്ക് മുന്നോട്ട് പോകില്ല എന്ന് ഉറപ്പാണോ? അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ മാത്രം ഒരു തൊലാക്ക് ചൊല്ലാം, ഒരു തൊലാക്ക് വിവാഹമോചനം. അത് തന്നെ എങ്ങനെ? ഒരു തൊലാക്ക് ചൊല്ലി 3 മാസം ആ പെണ്ണിനെ അതേ വീട്ടിൽ സംരക്ഷിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പൂർണ്ണ സംരക്ഷണം ഭർത്താവിന്റെ കയ്യിൽ. ഈ 3 മാസത്തിനിടക്ക് ഇവരുടെ മനസ്സ് മാറിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. ഈ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് 5ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും ആ വിവാഹമോചനത്തിന്റെ ആ ഭാഗം ഇല്ലാതെ ഐക്യത്തിന്റെ ഭാഗത്തേക്ക് കുടുംബം വരുമെന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചുകൂടെ? ഇനി ഗത്യന്തരമില്ല, പിരിയലാണ് രക്ഷയെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പിരിയലാ നല്ലത്. അത് ഏത് മതവും അംഗീകരിക്കും. സ്വാഭാവികമായും അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ കുടുംബം ഒരു നരകമാകും. അതിന്റെ അനുമതി മാത്രമാണ് ഇസ്ലാം കൊടുത്തത്. തോന്നിയ പോലെ ഗൾഫിൽ പോയി ഒരു കത്തയച്ചുകൊണ്ട് ഞാൻ എന്റെ പെണ്ണിനെ തൊലാക്ക് ചൊല്ലി എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നവൻ മദ്യപിക്കുന്നവനെ പോലെയാ. അങ്ങനെ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അത് ഇസ്ലാമിൽ തെളിവല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അത് അനുവദിക്കുന്നില്ല. ബഹുഭാര്യത്വത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത്, കൃത്യമായി പരിശുദ്ധ ദീൻ പറഞ്ഞു, വഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ. നിങ്ങൾക്ക് ഭാര്യമാരെ നീതിപൂർവ്വം കൊണ്ടു നടക്കാൻ കഴിയില്ലെങ്കിൽ ഒരു പെണ്ണെ കെട്ടാവൂ, ഒരു ഭാര്യ മാത്രമേ ആകാവൂ. പിന്നെ 2ാം ഭാര്യ എപ്പോഴാകാം? 1ാം ഭാര്യ ബന്ധിയാകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. 1ാം ഭാര്യക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വരുമ്പോൾ 2ാമതൊരു വിവാഹം കഴിക്കേണ്ടി വന്നാൽ, 1ാം ഭാര്യ രോഗിയായി കിടക്കുമ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് വേണോ അവർ വിവാഹം കഴിക്കാൻ. അത്തരം ചില സന്നിഗ്ധ ഘട്ടത്തിലുള്ള അനുമതി മാത്രമാണത്. അത് വ്യാപകമല്ല, അത് വ്യാപകമായി ചെയ്യേണ്ട പ്രവർത്തനവുമല്ല. ഇസ്ലാം അങ്ങനെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇതെല്ലാ മതങ്ങളിലുമുണ്ട്. ഹൈന്ദവ ദർശനം പോലും പറഞ്ഞു, വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ ദശമേതു മൃതപ്രജ. വന്ധ്യാഷ്ടമേതി വേദ്യാബ്ദേ എന്ന, നിന്റെ ഭാര്യ വന്ധ്യയാണെങ്കിൽ നിനക്ക് 8ാം വർഷം വേറെ പുനർവിവാഹമാകാം, മറ്റൊരു വിവാഹമാകാം. ദശമേതു മൃതപ്രജ, നിന്റെ ഭാര്യ ജനിക്കുന്ന കുട്ടികളൊക്കെ മരിക്കുന്ന സ്വഭാവമുള്ള പെണ്ണാണെങ്കിൽ നിനക്ക് 10ാം വർഷം വേറെ വിവാഹമാകാവുന്നതാണ്. ഏകാദശേ സ്ത്രീ ജനനി, നിന്റെ പെണ്ണിന് പെൺകുഞ്ഞുങ്ങളെ ജനിക്കുന്നുള്ളൂ, ആൺകുഞ്ഞ് നിനക്ക് വേണമെന്ന മോഹമുണ്ടോ? ഏകാദശേ 11ാം കൊല്ലം നിനക്ക് വിവാഹമാകാം. അതൊരു മതത്തിന്റെ ധർമ്മശാസനമാണ്. നമ്മളതിൽ ഇടപെടാൻ പാടില്ല. ലോകത്ത് ബഹുഭാര്യത്വം എമ്പാടും നിലനിന്നിരുന്ന കാലത്ത് അതിനെ നിയന്ത്രിക്കുക മാത്രമാണ് ഇസ്ലാം ചെയ്തത്. അപ്പോഴും ഇസ്ലാം അടിവരയിട്ട് പറഞ്ഞു, 2ാമതൊരു വിവാഹം കഴിച്ചാൽ ഭക്ഷണ വസ്ത്ര സാമീപ്യ കാര്യങ്ങൾ തുല്യ അളവിൽ 2 കൂട്ടർക്കും കൊടുത്തില്ലെങ്കിൽ അള്ളാഹു നിന്നെ പിടിച്ചു ശിക്ഷിക്കും. അതുകൊണ്ട് വഇൻ ഖിഫ്തും അല്ലാ തഅദിലു, നിനക്കതാ നീതി പുലർത്താൻ കഴിയില്ല, അതുകൊണ്ട് ഫവാഹിദ, 1 മതി എന്ന് പരിശുദ്ധ ദീൻ കൃത്യമായി പറഞ്ഞില്ലേ? എവിടെയെങ്കിലും മണിയറക്കള്ളന്മാർ തോന്നുന്ന പോലെ പെണ്ണ് കെട്ടുന്നുവെങ്കിൽ അത് ഇസ്ലാം ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. അത് ഇസ്ലാമിന്റെ മേൽ കെച്ച് കെട്ടാനും പാടില്ല. ലോകത്ത് എവിടെ നടക്കുന്ന തമ്മാടിത്വം ഇസ്ലാമിന്റെ മേൽ വെച്ച് കെട്ടി വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രവും ചിത്രവും പഠിച്ചു നോക്കും നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ കൂടുതൽ വിവാഹം കഴിച്ചു, ഒക്കെ ശരിയാണ്. പക്ഷെ പരിശുദ്ധ പ്രവാചക വിവാഹം സംരക്ഷണങ്ങളായിരുന്നു എന്നല്ലേ ചരിത്രം പറയുന്നത്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ മാത്രമേ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ ചെറുപ്പകാലത്ത് വിവാഹം കഴിച്ചുള്ളൂ. ബാക്കി എല്ലാ വിവാഹങ്ങളും യുദ്ധത്തിൽ മരിച്ച സ്വഹാബികളുടെ ഭാര്യമാരെ ഏറ്റെടുത്തതാണ്. യുദ്ധത്തിൽ നിരാലംബരായ, കുടുംബത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് കുടുംബം പുറത്താക്കിയ, പടിയടച്ച് പിണ്ടം വെച്ച ആളുകളെ നബി തങ്ങൾ ഗത്യന്തരമില്ലാതെ സ്വീകരിച്ചതാണ്. 60ഉം 55ഉം ഒക്കെ വയസ്സുള്ള പെണ്ണുങ്ങളെ. എന്നാൽ പ്രവാചക ജീവിതത്തിന്റെ പുഷ്പിത കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കും നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതകാലത്ത് 25 വയസ്സ് പ്രായമുള്ളപ്പോ തന്നെക്കാൾ 15 വയസ്സ് പ്രായ കൂടുതലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. തന്നെക്കാൾ 15 വയസ്സ് കൂടുതൽ. ആ ഖദീജ ബീവി അന്ന് 2 ഭർത്താക്കന്മാർ മരിച്ചു പോയ ശേഷം ജീവിക്കുന്ന വിധവയാണ്. 3 കുഞ്ഞുങ്ങളുള്ള പെണ്ണ്, 2 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ച പെണ്ണ്, തന്നെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള പെണ്ണ്. ഏത് സാഹചര്യത്തിലാണ് നബി തങ്ങൾ വിവാഹം കഴിക്കുന്നത്? പൂർണ്ണ സൗന്ദര്യം പ്രവാചകർക്കുണ്ട്. മക്കയിൽ നിന്ന് ആര് ഏത് പെണ്ണിനെ വേണമെങ്കിലും കെട്ടിച്ചു കൊടുക്കാവുന്ന കുടുംബാധിപത്യമുണ്ട്, തറവാടിത്തമുണ്ട്. പ്രവാചകനോട് ആ കാലഘട്ടത്തിലെ ആളുകൾ വന്ന് പറഞ്ഞു, മുഹമ്മദ് നിനക്ക് ഏത് പെണ്ണിനെ വേണമെങ്കിലും കെട്ടിച്ചു തരാം എന്ന് പരിശുദ്ധ പ്രവാചകനോട് കൃത്യമായി പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഏറ്റെടുത്തില്ല. ഈ 15 വയസ്സ് പ്രായമുള്ള പെണ്ണിനെ സഹധർമ്മിണിയാക്കി 25 കൊല്ലം ജീവിച്ചു. 50ാമത്തെ വയസ്സിൽ നബി തങ്ങൾക്ക് 50 വയസ്സുള്ളപ്പോൾ ഖദീജ ബീവി മരിച്ചു. 50 വയസ്സ് വരെ ഏകപത്നി വ്രതം. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പുഷ്പിത കാലഘട്ടത്തിൽ എന്തേ ഏകപത്നി വ്രതം? പിന്നെ വിവാഹം കഴിച്ചത് എന്തേ? പിന്നെ കഴിച്ച വിവാഹങ്ങളൊക്കെ ചരിത്രം പറയുന്നു. വളരെ കൃത്യമായി നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആ വിവാഹങ്ങൾ മുഴുവൻ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ സമൂഹത്തിന് മാതൃകകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സംരക്ഷണ പ്രക്രിയയായി ചെയ്തതാണ്.
ഖദീജ ബീവിയെ നബി തങ്ങൾ ജീവിതത്തിൽ നിന്നും മറക്കാത്ത സ്വഭാവം ഈ ഭാര്യമാരോടൊക്കെ പ്രകടിപ്പിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും. അവരോട് കാണിച്ച വ്യക്തിത്വത്തിന്റെ പ്രഭാവം ഇന്നും ചരിത്രത്തിൽ ഉല്ലേഖിതമാണ്. ആയിഷ ബീവി ഈ സമൂഹത്തിന് 2000 ഹദീസുകൾ നബി തങ്ങളുടെ ജീവിതം പകർത്തി കൊടുത്തു. ഇതൊക്കെ പഠിച്ചിട്ട് പ്രവാചക ചരിത്രത്തെ കുറിച്ച് ഒരു അനാവരണം നടത്തിയിട്ട് ബോസ്വർത്ത് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, ഇന്നത്തെ പത്രപ്രവർത്തനേക്കാൾ എത്രയോ മുമ്പ് പത്രപ്രവർത്തനം പഠിച്ച ലോകത്തെ വലിയ സാഹിത്യകാരൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, ഐ ഷുഡ് ബി റിമെമ്പേർഡ് ദാറ്റ്. അദ്ദേഹം പറയുന്നു, ആ ചരിത്രം ഇങ്ങനെ അവലോകനം ചെയ്തിട്ട് ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നു, മോസ്റ്റ് ഓഫ് മുഹമ്മദ്സ് മാരേജ്, മുഹമ്മദ് കഴിച്ച വിവാഹങ്ങളിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹം പറയുന്നു മേ ബി എക്സ്പ്ലെയിൻഡ് അറ്റ്ലീസ്റ്റ്, അത് വിശദീകരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ രീതിശാസ്ത്രം നോക്ക് ഏറ്റവും ചുരുങ്ങിയത് ആസ് മച്ച് ബൈ ഹിസ് പിറ്റി ഫോർ ഫോർലോൺ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺസ്. ഫോർലോൺ കണ്ടീഷൻ ഓഫ് ദ പേഴ്സൺസ്. ഫോർലോൺ കണ്ടീഷൻ എന്താ? വാട്ട് ഈസ് ഫോർലോൺ കണ്ടീഷൻ? ദൈന്യതയാർന്ന അവസ്ഥ. ദൈന്യതയാർന്ന അവസ്ഥയിലുള്ള ആളുകളോട് വളരെ കരുണ കാണിച്ച് അവരുടെ ജീവിതത്തിലേക്ക് മുഹമ്മദ് നബി ഏറ്റെടുക്കുകയായിരുന്നു. കൺസേൺഡ് ബൈ അതർ മോട്ടീവ്സ്. ഇനി വേറൊരു വഴിക്ക് നമ്മൾ ചിന്തിച്ചാൽ അദ്ദേഹം പറയുന്നു they were almost all of them widows. നബി തങ്ങൾ വിവാഹം കഴിച്ച ഭാര്യമാർ ബഹുഭൂരിപക്ഷവും വിധവകളാണ്. ബഹുഭൂരിപക്ഷവും വിധവകളാണ്. who were not remarkable either for their beauty or their wealth. either for their beauty or their wealth. നബി തങ്ങളുടെ വിവാഹങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ പരിശുദ്ധ പ്രവാചകർ വിവാഹം കഴിച്ച ഒരൊറ്റ പെണ്ണും സൗന്ദര്യത്തിന്റെ പേരിലോ സമ്പത്തിന്റെ പേരിലോ എടുത്തു പറയാനില്ല. എന്നിട്ട് ബോസ്വർത്ത് പറയുന്നു ബട്ട് ക്വൈറ്റ് റിവേഴ്സ്, ക്വൈറ്റ് ദ റിവേഴ്സ്. നേരെ എതിരാ. നബി തങ്ങൾ വിവാഹം കഴിച്ച പെണ്ണുങ്ങൾ സൗന്ദര്യമില്ലാത്തവരാ, സമ്പത്തില്ലാത്തവരാ. ബോസ്വർത്ത് സ്മിത്തിന്റെ മുഹമ്മദാനിസം എന്ന പുസ്തകം ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ആ പുസ്തകം വെച്ച് അതുപോലെ ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ച വിമർശനാത്മക പത്രപ്രവർത്തനത്തെ ആളുകൾ പോലും എഴുതി വെച്ച സംഭവങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് മാതൃകയായി ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ആയിഷ ബീവിയെ വിവാഹം കഴിച്ചത്. ഒരു കന്യകയെ, ബാക്കിയൊക്കെ വിധവകളായിരുന്നു, ബാക്കിയൊക്കെ പ്രായമേറെ ചെന്ന പെണ്ണുങ്ങളായിരുന്നു. അത് തന്നെ 50 വയസ്സിന്റെ ശേഷമായിരുന്നു. അതുകൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാതെ പ്രതികരിക്കാൻ പാടില്ല. ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു മതത്തിന്റെ ചിഹ്നത്തെക്കുറിച്ച് നമ്മളെക്കാൾ ഒരു പക്ഷെ അവർക്കറിയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് പഠിക്കണം. ഈ ധർമ്മശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാതെ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യും? ബദറും ഉഹുദും അക്രമത്തിന്റെ പ്രതീകമായി ചിത്രീകരിക്കുന്ന ആളുകൾ, കുരുക്ഷേത്രത്തിന്റെ യുദ്ധത്തിൽ സ്വന്തം സഹോദരന്മാരോട് പടവെട്ടിയ അർജുനന്റെയും അതുപോലെ തന്നെ അതിന് പ്രേരണ കൊടുത്ത ശ്രീരാമചന്ദ്രന്റെയും ചരിത്രം പഠിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ബദറിൽ പ്രവാചകർ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത അത് അസത്യത്തിനെതിരെയുള്ള മുന്നേറ്റമാണ്, അധർമ്മത്തിനെതിരെയുള്ള മുന്നേറ്റമാണ്. അത് ലോകത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടതാ. ഇന്ത്യയുടെ അതിർത്തിയിൽ പട്ടാളക്കാർ തോക്കുകൊണ്ട് നിൽക്കുന്നത് തലോടാനല്ല, രാജ്യത്തെ അതിർത്തി ഭേദിക്കുന്നവനെ വെടിവെച്ച് കൊല്ലാനാ. അത് അക്രമമല്ല, അത് രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണ്. എന്ന പോലെ ധർമ്മത്തിന്റെ സുരക്ഷിതത്വത്തിന് ധർമ്മപാതയിൽ സമരങ്ങൾ നടന്നിരിക്കാം. വിവരമില്ലാത്തവൻ അതെടുത്ത് പന്താടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ അപകടമുണ്ടാക്കരുത്. കാര്യബോധമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളുമാണ് ഒരുപക്ഷെ സമൂഹത്തിൽ അപകടമുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു പക്ഷേ നിങ്ങളെ തമ്മിൽ തള്ളിക്കാൻ എനിക്ക് കഴിയും. ഇവിടെ ഒരു അഗ്നി സ്ഫുലിംഗം ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. എന്റെ വാക്കിലെ ചെറിയൊരു സ്ഖലിതം കൊണ്ട് പക്ഷെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ചേർത്ത് നിർത്താൻ, നിങ്ങളൊന്ന് ഒരുമിച്ച് നിർത്താൻ, നിങ്ങളെ ഒരേ ധാരയിൽ കൊണ്ടുപോകാൻ ഞാനൊരു പക്ഷെ ഒരു കൊല്ലം പ്രസംഗിച്ചാലും കഴിഞ്ഞോളണമെന്നില്ല. ഒന്ന് കൺസ്ട്രക്ഷൻ ആണ്, ഒന്ന് ഡിസ്ട്രക്ഷൻ ആണ്. നശിപ്പിക്കാൻ എളുപ്പമുണ്ട്, നന്നാക്കാൻ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ നിക്കാഹ് കർമ്മം ഒരു കുടുംബത്തിന്റെ കൺസ്ട്രക്ഷനാണ്. ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇതിൽ ആരെങ്കിലും ഒരു തുക സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടി ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരണം തിരിച്ചു പോകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സമയമാകുമ്പോഴേക്കും പോകാമെന്നാണ് കരുതിയത്. ഒറ്റ സംഭവം മാത്രം പറയട്ടെ. ഇത്തരം നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ധർമ്മം കൊടുക്കുമ്പോൾ, ഇത്തരം നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഒറ്റ സംഭവം നോക്ക് നിങ്ങൾ. ഈ കാര്യത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നാണയത്തൊട്ട് കൊടുത്താൽ അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാവലാണ്. അത്ര വലിയ കാവൽ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് മറ്റൊന്നും കിട്ടാനില്ല. ഒറ്റ സംഭവം നോക്ക്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഒരു സംഭവം. കാന റജുലുൻ ഫീ ഖൗമി സ്വാലിഹ്. ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്ന അങ്ങനെ. സ്വാലിഹ് നബിയുടെ കാലത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഏറ്റവും വലിയ ഗുണ്ടയായിരുന്നു, വലിയ ദാദ. അവൻ ജനങ്ങളെ ദ്രോഹിക്കും, ബുദ്ധിമുട്ടും പ്രയാസപ്പെടുത്തും. ഇങ്ങനെ പ്രയാസപ്പെടുത്തി ജീവിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് ജനങ്ങളൊക്കെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ ചെന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, അവനെ കൊണ്ട് ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസ, അവന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാ, അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടാൻ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് ചോദിച്ചു. പ്രവാചകർ പടച്ചറബിനോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകർക്ക് അല്ലാഹു വഴി കൊടുത്തു. അവൻ നാളെ മരിക്കും, അവന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, ഇനി അവനെ കൊണ്ട് ശല്യപ്പെടണ്ട. അങ്ങനെ ജനങ്ങൾക്ക് പ്രവാചകർ രഹസ്യമായൊരു സന്ദേശം കൊടുത്തു, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, അവനെ അറിയിക്കണ്ട, അവൻ നാളെ മരണപ്പെട്ടു പോകും. ഈ സംഭവം താരീഖിന്റെ കിതാബിലുണ്ട്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇവന്റെ ജോലി എന്താണ്? വിറക് ശേഖരിക്കാൻ വേണ്ടി വനത്തിലേക്ക് പോകും, മല കയറി. വൈകുന്നേരമാകുമ്പോൾ വിറകിന്റെ കൊട്ടുമായി വരും.
എന്നിട്ട് അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും. ആ പണം കൊണ്ട് കള്ള് കുടിച്ച് കൂത്താടി ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കും. ഇതാണ് അവന്റെ ഡ്യൂട്ടി, ഇതാണ് അവന്റെ തൊഴിൽ, ഇതാ അവന്റെ ഹോബി. പിറ്റേ ദിവസം ഇവൻ മല കയറി വിറക് ശേഖരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു. താരീഖിന്റെ കിതാബുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളി പോയാൽ ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്നൊരു കിതാബുണ്ട്, ജീവികളുടെ ചരിത്രം എന്നതിന് പറയുന്നത്. അതിൽ പറയുന്നൊരു ചരിത്രമാണ് ആ ചരിത്രം. അത് ആ പേര് വരാൻ കാരണം ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഈ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്ന ആധികാരിക ചരിത്രമാണ്, കെട്ടുകഥയല്ല. ഇവനിങ്ങനെ കയറി പോകുമ്പോൾ ജനങ്ങളൊക്കെ കൺകുളിർക്കെ നോക്കി നിന്നു. അവർ ശല്യം കൊണ്ട് മനസ്സിൽ വിചാരിച്ചു, ഓ ഇവന്റെ ശല്യം എന്ന് അവസാനിച്ചല്ലോ. ഒരു യാത്രയപ്പിന്റെ നോട്ടം എല്ലാവരും ഇങ്ങനെ നോക്കി, ഇവനൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഇവൻ പോയി. പക്ഷെ വൈകുന്നേരമായപ്പോ എല്ലാ ദിവസവും ഇവൻ വരുന്ന ഏതാണ്ട് ആ ടൈം എടുത്തപ്പോ ഇവൻ വിറകിന്റെ കെട്ടും കൊണ്ട് ജീവനോടെ തിരിച്ചു വരിക. ആളുകളൊക്കെ പേടിച്ചു, ഇവൻ ഇന്ന് ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും എന്ന്, ഇവന്റെ ശല്യം ഇന്ന് അവസാനിക്കുമെന്ന് നബിയല്ലേ നമ്മളോട് പറഞ്ഞത്, സ്വാലിഹ് നബി തങ്ങൾ. പിന്നെ എങ്ങനെ ഇവൻ വരുന്നത്? ജനങ്ങളൊക്കെ സ്വാലിഹ് നബി തങ്ങളെ വീട്ടിലേക്ക് ഓടിയിട്ട് ജനങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, നബിയെ അവൻ വന്നിരിക്കുന്നു. നബി തങ്ങൾ ചോദിച്ചു, അവൻ വന്നോ? അവൻ തന്നെയാണോ? നിങ്ങൾ നോക്കിയോ? ജനങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു. താരീഖിന്റെ കിതാബിലുണ്ട്, ഫഖദ് ജാഅ ബിഹതബിഹി സാലിമാ, ഫഖദ് ജാഅ ബിഹതബിഹി സാലിമാ. നബിയെ അവൻ അവന്റെ വിറകിന്റെ കെട്ടും കൊണ്ട് സുരക്ഷിതനായി കടന്നു വരുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് പ്രവാചകരെ അവന്റെ ശല്യം തീർന്നിട്ടില്ലല്ലോ. മഹാനായ പ്രവാചകർ ആ മനുഷ്യനെ വിളിക്കാൻ പറഞ്ഞു. സദസ്സിലേക്ക് അവൻ വന്നു. വിറകിന്റെ കെട്ട് ചുമന്നുകൊണ്ട് തന്നെ അവൻ വന്നു. അവൻ വന്നു നിൽക്കുമ്പോൾ പരിശുദ്ധ പ്രവാചകർ സ്വാലിഹ് നബി തങ്ങൾ ചോദിച്ചു, മാതാ അമിൽതൽ യൗം, നീ ഇന്നു ചെയ്ത പ്രത്യേകമായ പ്രവർത്തനം എന്താണടാ? അയാൾ പറഞ്ഞു, ഞാൻ എന്നും വിറക് ശേഖരിക്കാൻ പോകും, ഇന്നും വിറക് ശേഖരിച്ചു വന്നു, പുതിയതൊന്നുമില്ല. ഒന്നുകൂടി പ്രവാചകർ അവനോട് പറഞ്ഞു, ഒന്ന് ഓർത്തു നോക്കി, ഇന്ന് നീ എന്തോ ഒരു പ്രത്യേക പ്രവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അവൻ പറഞ്ഞു, പ്രവാചകരെ പുതിയതൊന്നുമില്ല. ഒന്നുകൂടി ഓർക്കാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് ആലോചിച്ച് പുറകോട്ട്. കാര്യമായൊരു മാറ്റവും ഇന്നത്തെ ദിവസത്തിന്റെ ദിനചര്യയിലില്ല. പക്ഷേ അവൻ ഒന്നോർത്തു, നബിയെ ഇന്നൊരു ചെറിയ കാര്യം മാത്രം, ഒരു വ്യത്യാസം. എന്നും ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഈ രാവിലെ എഴുന്നേറ്റ് കയറും വിറക് ശേഖരിക്കാനുള്ള അതിനുള്ള മഴുവുമായി പോകുന്ന സന്ദർഭത്തിൽ 2 വലിയ റൊട്ടികൾ ഉണ്ടാക്കും ഗോതമ്പ് കൊണ്ട്. ആ 2 വലിയ റൊട്ടി ഉണ്ടാക്കി അത് കഴിച്ച് സന്തോഷത്തോടെ വയറ് നിറച്ച് ഞാൻ മല കയറലാണ് പതിവ്. അതാണ് എൻ്റെ പ്രഭാത ഭക്ഷണം വൈകുന്നേരം വരെ ഉള്ളത്. ഇന്ന് ഞാൻ അതുപോലെ 2 റൊട്ടി ഉണ്ടാക്കി. ആ 2 റൊട്ടികൾ ഞാൻ മുന്നിൽ വെച്ച് ഒന്ന് ഭക്ഷിച്ച് തീർന്ന് രണ്ടാമത്തേത് കയ്യിലെടുത്തു. അത് കയ്യിലെടുത്തപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു യാചകൻ വന്നു. പാവം പട്ടിണി കിടക്കുന്ന ആ സാധു മനുഷ്യൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരുപാട് നാളായി ഉണ്ടിട്ട് ഒരല്പം ഭക്ഷണം തരാമോ? ഞാൻ ആ ഭക്ഷണത്തിന്റെ പകുതി കഴിച്ചിട്ടുണ്ടല്ലോ, ഒരു റൊട്ടി പകുതി ഇവിടെ ബാക്കിയുണ്ട്. എന്റെ അരവയറാണ് അവൻ്റെത്, മുഴുവയറാണ് പട്ടിണി. ഞാൻ ആ ഭാഗം അവനെടുത്തു കൊടുത്തു. ഒരു റൊട്ടി ഞാൻ ധർമ്മം ചെയ്തു. ഇതെന്റെ ജീവിതത്തിൽ ഇന്നുള്ള ഒരു മാറ്റമാണ്, വേറെ ഒന്നും ഒരു മാറ്റവുമില്ല. പരിശുദ്ധ പ്രവാചകർക്ക് ഇവൻ ഇത് വിശദീകരിച്ചു കൊടുത്തപ്പോ ആ സന്ദർഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ മലക്ക് വന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ ഈ ജനങ്ങൾക്ക് ആ ദൃഷ്ടാന്തം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ മനുഷ്യനെ അള്ളാഹു രക്ഷിച്ചത് ഈ ഒരു ദാനത്തിന്റെ പേരിലാണ്. പ്രവാചകർ ആ ജനസമൂഹത്തോട് പറഞ്ഞു, ജനങ്ങളെ ഇവനെ അള്ളാഹു ഇന്ന് കൊല്ലാൻ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ സംവിധാനം എന്തുകൊണ്ട് വിജയിച്ചില്ല നോക്ക് നിങ്ങൾ. ആ മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്, അഥവാ ധർമ്മം അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ ആ സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കിതാബിലുണ്ട്. കെട്ടുകഥയല്ല, മനോഹരമായ സംഭവകഥ താരിഖിൽ നമുക്ക് ഗുണപാഠമായി രേഖപ്പെടുത്തുന്നു. പ്രവാചകർ പറഞ്ഞു, ഈ വ്യക്തിയോട് പറഞ്ഞു ജനസദസ്സിൽ വെച്ചുകൊണ്ട്, ഹല്ലഹ തബക്ക, അഴിക്ക് നിന്റെ വിറകിന്റെ കെട്ട്, നിന്റെ വിറകിന്റെ കെട്ടഴിക്ക്. ആ വിറകിന്റെ കെട്ടവൻ പൊട്ടിച്ചു. അവൻ ഏറ്റിക്കൊണ്ടുവന്നിരുന്ന വിറക് നിലത്ത് വെച്ച് കെട്ട് പൊട്ടിച്ചപ്പോൾ ഫൈദാഹിയ അസ്വദുൻ സാലിഹ്, ആ മരത്തിന്റെ ഒരു തുണ്ടിന്മേൽ ചുറ്റിപ്പണഞ്ഞു നിൽക്കുന്ന ഒരു കരിമൂർക്കൻ പാമ്പ് പണം പടർത്തി മുകളിലേക്ക്. അസ്വദുൻ സാലിഹ്, കരിമൂർക്കൻ പാമ്പ് കിതാബിൽ അങ്ങനെ തന്നെ വിശദീകരിക്കുന്നു. ആ കരിമൂർക്കൻ പാമ്പ് പണം പടർത്തി ഇങ്ങനെ ആടി, കണ്ടാൽ തന്നെ പീഡിപ്പിക്കുന്ന രൂപം, ഊതിയാൽ തന്നെ ബോധം കെടുന്ന വിഷം. ആ പാമ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകർ പറഞ്ഞു, ഈ പാമ്പിനെ ഇവന്റെ വിറകിന്റെ കെട്ടിൽ പടച്ചറപ്പ് നിക്ഷേപിച്ചത്, അഥവാ അവൻ കാട്ടിൽ വിറക് ശേഖരിച്ച് ഓരോന്ന് കൊണ്ടുവന്ന് അടുക്കി കെട്ടുമ്പോൾ മറ്റൊന്ന് കൊണ്ടുവരാൻ പോകുമ്പോഴേക്കും പാമ്പ് ഇവനറിയാതെ ഇന്നുമേൽ ചുറ്റിപ്പണിഞ്ഞുന്നത് ഏറ്റിക്കൊണ്ടിവൻ നടന്നു വരുമ്പോൾ വഴിക്ക് വെച്ചവനെ കൊത്തി കൊല്ലാനാണ്. ആ മലവാരത്തിൽ എവിടെയോ ഇന്ന് മരിച്ചു വീഴേണ്ടവനാണ് ഇവൻ. ഈ പാമ്പ് അതിന്റെ ധർമ്മ നിർവഹണത്തിന് വേണ്ടി ദൈവകൽപ്പന പ്രകാരം എഴുന്നേൽക്കുമ്പോഴേക്കും ഇവൻ അന്നം കൊടുത്ത സാധു പ്രഭാതത്തിൽ നടത്തിയ പ്രാർത്ഥന, സന്തോഷത്തിന്റെ വയറുകൊണ്ട് അവൻ പടച്ചറബിനോട് തേടിയ പ്രാർത്ഥന അവൻ കേട്ടു, അള്ളാഹു കേട്ടു. അള്ളാഹു ആ പാമ്പിനെ അടക്കി ഇരുത്തി. ഇനി അവനെ നശിപ്പിക്കണ്ട, അവൻ ധർമ്മം കൊടുത്തവനാണ്. ഒരു റൊട്ടി ധർമ്മം കൊടുത്തപ്പോൾ ദാനത്തിന്റെ പ്രതിഫലമായി ജീവിതം അല്പം ദീർഘിപ്പിച്ചു കൊടുത്തു. നോക്കണം നിങ്ങൾ, ജീവിതം ദീർഘിപ്പിച്ചു കൊടുത്തു അവന്. ആ ധർമ്മത്തിന്റെ ഒരു റൊട്ടി ധർമ്മം കൊടുത്തവന് ജീവിതത്തിൽ ആ മരണത്തിൽ നിന്ന് പടച്ചറബ് രക്ഷിച്ചു എന്ന് ഖുർആൻ പരിശുദ്ധ ചരിത്രം പറഞ്ഞാൽ
നമ്മൾ ഒരു കുടുംബത്തിന് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ അതിന് സ്വർണവും പണവും ആവശ്യമായതൊക്കെ കൊടുത്തിട്ട് ഒരു ദാമ്പത്യ ജീവിതം പ്രഫുല്ലമാക്കുന്നതിന് വേണ്ടി കുടുംബജീവിതത്തിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത പെൺകുട്ടികളെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പണിയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പുണ്യം കിട്ടില്ലേ? നാളെ പരലോകത്ത് അല്ലാഹു നമ്മളെ കാണില്ലേ? തീർച്ചയായും അത് ചെയ്യുന്നവന് പുണ്യം കിട്ടും. നമ്മളൊക്കെ ഇന്ന് ഹോബിക്ക് വേണ്ടി നശിപ്പിക്കുന്ന പണം മതി. നമ്മുടെ കുട്ടികൾ ചെത്തിപ്പൊളിച്ച് നടക്കാൻ പെട്രോൾ അടിക്കുന്ന പൈസ മതി. നമ്മുടെ ചെറുപ്പക്കാർ പണത്തിന്റെ വില അറിയാതെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചാൽ നമ്മൾ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതി ഒരിക്കലും പടച്ചിറപ്പ് നമുക്ക് വരുത്തില്ല. അതുകൊണ്ട് മനസ്സ് തട്ടി പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഈ മഹത്തായ സംഗതിക്ക് വേണ്ടി പണിയെടുക്കുന്നവരും പ്രവർത്തിക്കുന്നവരും സംഭാവന കൊടുക്കുന്നവരുമായ ആളുകൾക്ക് ജീവിതാന്ത്യം വരെ സ്വന്തം ആവശ്യത്തിന് ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടേണ്ട ഗതി നീ വരുത്തല്ല തമ്പുരാനെ. അത് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇനി മജ്‌ലിസുൻ നൂർ നടത്താനിരിക്കുന്നു. ആ മജ്‌ലിസുൻ നൂറിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വന്നിട്ടുണ്ട്. ഞാൻ 11 മണിയായി നാളെ കൊടകിലൊരു പരിപാടിയിൽ ഇതുപോലെ സംബന്ധിക്കാനുള്ളത് കൊണ്ട് ഇത്ര സമയം വൈകുമെന്ന പ്രതീക്ഷ എനിക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ മജ്‌ലിസുൻ നൂർ വന്നാലും 1 മണിക്കൂറെങ്കിലും അതിന്റെ ദുആവും അതിന്റെ പ്രവർത്തനമായി 12 മണിക്ക് ശേഷമേ നിങ്ങൾക്ക് പിരിയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ, ഇവിടെ മതസൗഹാർദ്ദം സംഘടിപ്പിച്ചപ്പോൾ ആ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത സൗഹാർദ്ദ പ്രതിനിധികൾ എല്ലാവരും ഈ ചടങ്ങ് ധന്യമാക്കിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ദീർഘമായ പ്രഭാഷണങ്ങൾക്കും ദീർഘമായ പ്രവർത്തനങ്ങൾക്കും നമുക്ക് അല്ലാഹു അവസരമൊരുക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സൽക്കർമ്മമാക്കി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഞാൻ ദുആ ചെയ്യുന്നില്ല, കാരണം മജ്‌ലിസുൻ നൂറും പ്രാർത്ഥനയും ഉള്ളതുകൊണ്ട് ഞാൻ ദുആ ചെയ്യുന്നത് അധികപ്പറ്റായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.